കേട്ടെന്നറിയില്ല. എൻ്റെ പേര് ജോഷി. ഞാൻ എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ്. ഇന്ന് ഈ സൂം പ്രോഗ്രാം കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ KBCയുടെ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഇന്ന് ഈ അവസരം തന്ന KBC ലീഡേഴ്സിനും നന്ദി പറയുന്നു. അതിലുപരി ഈ ബയോടൂറിയം ബിസിനസ് നമ്മളെ സംബന്ധിച്ച് ആ അവസരം തന്ന ഡോക്ടർ സാഗർ ജോഷി സാറിനും പ്രത്യേകം നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് തന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ MP രാമേന്ദ്ര സാറാണ്. രാമേന്ദ്ര സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ KBCയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പൊൻപുലരി കിട്ടിയിട്ടുണ്ട്. ഈശ്വരന് നന്ദി പറയാ. മാത്രമല്ല ഇന്ന് ഹർത്താലാണ്. മലയാളികൾക്ക് ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഓണത്തിനേക്കാൾ വലിയൊരു ആഘോഷമാണ്. അപ്പൊ അങ്ങനെ ഒരു ഹർത്താൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഹർത്താൽ സംഘടിപ്പിച്ചവരോട് നമുക്ക് നന്ദി പറയാം. കാരണം ഈ ബയോടൂറിയത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടക്കുന്നത് ഹർത്താൽ ദിവസങ്ങളിലാണ്. ഇന്ന് വണ്ടി ഒന്നും തടയൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് വണ്ടി എല്ലാവർക്കും തന്നെ സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. അപ്പൊ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ഫീൽഡ് വർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവരും വീട്ടിൽ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ബിസിനസ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പൊ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹർത്താൽ കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട തമ്പി സാറും ബാബു സാറും പറഞ്ഞത് അവർ ഈശ്വരനോട് ഉള്ളിലേക്ക് പ്രാർത്ഥിക്കായിരുന്നു. ഈശ്വര ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഹർത്താൽ കിട്ടണേ. കാരണം അത്രയേറെ ബിസിനസ് ആണ് അവർക്ക് നടന്നത്. 100% സക്സസ് ആയിരുന്നു അവർക്ക്. അപ്പൊ ഇന്ന് ഫീൽഡിൽ ഇറങ്ങുന്ന എല്ലാ മെമ്പേഴ്സിനും നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് കിട്ടും. കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കുള്ളൂ. എല്ലാവരെയും കണ്ടു കിട്ടും. അപ്പൊ മാക്സിമം ബിസിനസ് ഇന്ന് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മളെ പ്രിയങ്കരനായ മനോജ് സാറ്, ഗുരുതുല്യരായ ലീഡേഴ്സ്, ശേഷം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ഈ ബയോടൂറിയം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. KBCയുടെ ചെയർമാൻ മനോജ് സാർ എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഈ ബയോടൂറിയം. അപ്പൊ ഈ ബയോടൂറിയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഇതുവരെ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളല്ല, വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെ സംസാരിക്കാം. ഇപ്പൊ KBC ഗ്രൂപ്പില് ഞാൻ ആദ്യമായിട്ട് മീറ്റിംഗ് ചെയ്യാൻ വന്നപ്പോൾ ഞാനും ജോഷി സാറായിരുന്നു MC, ഞാൻ പ്രസന്ററും ആയിരുന്നു. അന്ന് മീറ്റിംഗ് ക്ലോസ് ചെയ്തത് മനോജ് സാറാണ്. ഇന്നും മീറ്റിംഗ് ക്ലോസ് ചെയ്യാനായിട്ട് മനോജ് സാർ ഉണ്ടാവും. അപ്പൊ അത് ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനോഹരമായ ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. വൻ സാധ്യതകളുള്ള ഒരു അവസരമാണ് ഈ ബയോടൂറിയം. അതിന്റെ സാധ്യത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര വലിയ സാധ്യതയാണ്. അത് പഠിക്കും തോറും ഒരു കടലാണ്. ഈ ബയോടൂറിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും തോറും ഒരു കടലാണ്. ഇപ്പൊ കടല് കാണാൻ പോകുന്ന കൊച്ചുകുട്ടികൾ പറയും ഞാൻ കടല് കണ്ടെന്ന് പറയും. എല്ലാവരും പറയും കടല് കണ്ടെന്ന് പറയും. പക്ഷെ കടലില് ഒരു കപ്പിത്താനും പറയും കടല് കണ്ടെന്ന് പറയും. അപ്പൊ കടലിന് ഒരുപാട് ആഴവും പരപ്പും ഉള്ളതാണ് കടല്. ഒരുപാട് കാറ്റും കോളും ഉള്ളതാണ് കടല്. അപ്പൊ കടൽ കാണണമെങ്കിൽ കടലിലേക്ക് തന്നെ ഇറങ്ങണം. എന്നതുപോലെ തന്നെ ഈ ബയോടൂറിയം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കടൽക്കരയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി കടലിൽ കണ്ട് എന്ന് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ ബയോടൂറിയത്തിലേക്ക് ഓളിയിട്ട് ഇറങ്ങിയാൽ മാത്രമേ അതിന്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. അത്രയും മനോഹരമാണ്. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഈ ബയോടൂറിയം. കാരണം ഏതൊരു സാധാരണ വ്യക്തിയല്ല, ഏതൊരു വ്യക്തിക്കും ഒരു അവസരം കിട്ടുമ്പോഴാണ് അവൻ ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇപ്പൊ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മെമ്പേഴ്സ് എല്ലാവരും തന്നെ അവസരം കിട്ടുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇപ്പൊ നെപ്പോളിയൻ കൈനോട്ടക്കാരനോട് പറഞ്ഞ് എനിക്ക് രാജാവാകാൻ സാധിക്കുമോ? അപ്പൊ കൈനോട്ടക്കാരൻ പറഞ്ഞ് നിനക്ക് രാജാവാകാൻ സാധിക്കില്ല, നിന്റെ കയ്യിൽ രാജാവാകാനുള്ള രേഖയില്ല. കയ്യിലിരുന്ന പേനക്കത്തി കൊണ്ട് കൈനോട്ടക്കാരൻ പറഞ്ഞ സ്ഥലത്ത് മുറിച്ച് ഒരു രേഖ വരുത്തിക്കൊണ്ട് ചോദിച്ച് എനിക്ക് രാജാവാകാൻ സാധിക്കുമോ? അപ്പൊ കൈനോട്ടക്കാരൻ പറഞ്ഞ് നീ രാജാവല്ല ചക്രവർത്തിയാകും. അത് അവന്റെ കുഞ്ഞുനാൾ തൊടിയുള്ള അടിയുറച്ച തീരുമാനമായിരുന്നു. അവന്റെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ നെപ്പോളിയന്റെ ജീവിതത്തിലും അവസരങ്ങൾ കിട്ടിയപ്പോഴാണ് നെപ്പോളിയന് ചക്രവർത്തിയാകാൻ സാധിച്ചത്. അവസരങ്ങൾ വീണ് കിട്ടിയപ്പോഴാണ്. അപ്പൊ ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിലെ അവസരങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള എഡിസന്റെ പരീക്ഷശാലയ്ക്ക് കത്ത് പിടിച്ച് അദ്ദേഹം നേടിയത് മുഴുവൻ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ച് മകനെ വിളിച്ച് ഈ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല, ഇത് കണ്ട് ആസ്വദിച്ചോളാൻ പറയും. അതിനുശേഷം കിട്ടിയ ചെറിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഫോണോഗ്രാഫിയും മറ്റൊക്കെ കണ്ടുപിടിച്ചത്, ഇലക്ട്രിക് ലൈറ്റ് ഒക്കെ കണ്ടുപിടിച്ചത്.
അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ഓരോ വ്യക്തികളും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ ചുറ്റുപാടുള്ള വിദ്യാസമ്പന്നരായ നല്ല കുടുംബത്തിൽ ജനിച്ച ജീവിതത്തിൽ നന്നായിട്ട് വിജയിക്കുമെന്ന് എല്ലാവരും കണക്കൂട്ടിയ പല മെമ്പേഴ്സും ജീവിതത്തിൽ തോറ്റുപോയി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടി. എല്ലാവരുടെയും ജീവിതത്തിൽ ഈശ്വരൻ 2 അവസരം തരാറുണ്ട്. ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ അവസരം കൂടി തരും. പക്ഷെ അതിനേക്കാൾ നല്ല അവസരം വരും എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കിട്ടിയ അവസരത്തെ കാണാതെ പോകുമ്പോഴാണ് ജീവിതത്തിൽ പല മെമ്പേഴ്സും തോറ്റുപോകുന്നത്. അപ്പൊ ജീവിതത്തിൽ തോറ്റുപോയ പല മെമ്പേഴ്സും എടുത്ത് നോക്കുമ്പോഴും അവര് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവര് പറയും, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതാണ്, ആ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ ഞാൻ തയ്യാറായില്ല, പക്ഷെ ആ അവസരത്തെ പ്രയോജനപ്പെടുത്തിയ ആളുകളെല്ലാം തന്നെ ജീവിതത്തിൽ വിജയിച്ച് എനിക്ക് അവസരം പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പൊ അവസരമാണ് ഓരോ മെമ്പേഴ്സിനെയും ജീവിതത്തിൽ വിജയിക്കുന്നത്. ഞാൻ സാധാരണ മീറ്റിംഗിൽ അവസരത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ഇന്ന് എല്ലാവരും നല്ല എനർജറ്റിക് ആണ്, കുറച്ച് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഒരിക്കലും ബാലനായ അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ലോകം കീഴടക്കാനായിട്ട് ഇറങ്ങി അതിൽ പരമാവധി വിജയിച്ച അലക്സാണ്ടർ ബാലനായിരിക്കുന്ന സമയത്ത് കൂട്ടുകാരോടൊപ്പം ഒരു എക്സിബിഷനിൽ പങ്കെടുത്തു. അങ്ങനെ എക്സിബിഷനിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ട് ഗൈഡിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവൻ ആ എക്സിബിഷന്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ എന്തോ ഒന്ന് ഒരു വെള്ള തുണി കൊണ്ട് പുതപ്പിച്ചിട്ടുണ്ട്, മൂടിയിട്ടുണ്ട്. സാധാരണ കുട്ടികളൊക്കെ കണ്ട് നേരെ മുന്നോട്ട് പോയി. പക്ഷെ ഇവന്റെ ആകാംക്ഷ ഇവനടക്കാൻ സാധിച്ചില്ല. അവൻ ഗൈഡിനോട് ചോദിച്ചു, എന്താണ് ആ മൂടിയിട്ടേക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഗൈഡ് പറഞ്ഞു, ഇതുവരെ ആരും ചോദിച്ചില്ല, അങ്ങാണ് ഇത് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ള തുണി എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോ വിചിത്രമായ ഒരു ശില്പമാണ് അവിടെ കണ്ടത്. ഒരു നല്ല വെള്ള മാർബിൾ കൊണ്ട് കൊത്തിയ മനോഹരമായൊരു പ്രതിമ. ആ പ്രതിമയുടെ ഒരു പ്രത്യേകത, 2 കൈ കൊണ്ട് കണ്ണ് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ണ് 2 കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. കാലിൽ ചിറകുണ്ട്. കുറെ നേരം ബാലനായ അലക്സാണ്ടർ അത് നോക്കി നിന്ന്. അവന് മനസ്സിലാകുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവൻ ഗൈഡിനോട് ചോദിച്ചു, എന്താണ് ഈ പ്രതിമ ഇങ്ങനെ ചെയ്യുന്നത്? 2 കൈ കൊണ്ട് കണ്ണ് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്, കാലിൽ ചിറകുണ്ട്, ഇതൊരു വിചിത്രമായ പ്രതിമയല്ല, ഇത് എന്താണെന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഗൈഡ് പറഞ്ഞ്, ഈ എക്സിബിഷൻ ആരംഭിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരാള് ഇതൊന്ന് വിശദീകരിക്കാനായിട്ട് പറയുന്നത്. 2 കൈ കൊണ്ട് കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുന്നതിന്റെ കാരണം മനുഷ്യൻ ഇങ്ങനെയാണ്. അവന്റെ മുന്നിൽ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങൾ അവൻ കണ്ടില്ല എന്ന് വിചാരിച്ച് അവൻ കണ്ണ് പൊത്തിപ്പിടിച്ച് കളയും. അങ്ങനെ കണ്ണ് പൊത്തിപ്പിടിക്കുമ്പോൾ അവന്റെ മുന്നിൽ വരുന്ന അവസരങ്ങൾ അവന് കാണാനും സാധിക്കില്ല. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവന് ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കില്ല. അപ്പൊ ബാലനായ അലക്സാണ്ടർക്ക് അത് മനസ്സിലായി. അവസരങ്ങളാണ് ജീവിതത്തിൽ ഓരോ വ്യക്തികളെയും ജീവിതത്തിൽ വിജയിപ്പിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ കാലിൽ ചിറക് വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അപ്പൊ ഗൈഡ് പറഞ്ഞു, കാല് നമുക്ക് എന്തിനുള്ളതാണ്? നടക്കാനുള്ളതല്ലേ. അപ്പൊ ബാലനായ അലക്സാണ്ടർ പറഞ്ഞു, കാല് ഓടാനും പറ്റും. അതെ, കാല് നടക്കാനും പറ്റും, ഓടാനും പറ്റും. പക്ഷെ അവസരങ്ങൾ കണ്ടു കിട്ടുന്ന മെമ്പേഴ്സ് ആ കാല് ഉപയോഗിച്ച് ആ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് പറക്കാൻ തയ്യാറാണെങ്കിൽ അവന് ലോകം കീഴടക്കാൻ സാധിക്കും. ആ ഒരൊറ്റ വാക്കാണ് സുഹൃത്തുക്കളെ മഹാനായ അലക്സാണ്ടർ സൃഷ്ടിച്ചത്. ആ ഗൈഡിന്റെ അന്നത്തെ ഒരൊറ്റ വാക്ക്. അവസരങ്ങൾ കണ്ടെത്തുന്ന മെമ്പേഴ്സ് നടക്കാനല്ല, ഓടാനല്ല, പറക്കാൻ സാധിക്കും. അവർക്ക് ലോകം കീഴടക്കാൻ സാധിക്കും. അതിനുശേഷം കിട്ടിയ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു യുദ്ധവീരൻ മഹാനായിട്ട് മാറിയത്. സാധാരണ യുദ്ധവീരന്മാരെ മഹാൻ എന്ന് വിളിക്കാറില്ല, പക്ഷെ അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന മെമ്പേഴ്സാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അവസരമാണ് ഈ ബയോട്ടോറിയം. ആ അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന്റെ കൊടുമുടി കയറാൻ സാധിക്കും. ഇവിടെ ഈ ബയോട്ടോറിയം എന്ന ഈ പ്രസ്ഥാനം തരുന്ന അവസരം എന്താണ്? അവസരം ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തുള്ള മുഴുവൻ മെമ്പേഴ്സിനും വേണ്ട ഒന്നാണ്. ആവശ്യമായ ഒന്നല്ല, അത്യാവശ്യമായ ഒന്നാണ്. എന്താണ് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അത്യാവശ്യമായ ഒന്ന്? അത് ആരോഗ്യവും സമ്പത്തുമാണ് സുഹൃത്തുക്കളെ. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അത്യാവശ്യം ആരോഗ്യവും സമ്പത്തുമാണ്. ഏതൊരു വ്യക്തിയും സ്വപ്നം കാണുന്നത് ആരോഗ്യമാണ്. ഒരസുഖം വന്നു കഴിയുമ്പോൾ അറിയാം അവന്റെ മാനസികാവസ്ഥ. എന്നാൽ കാലിന് നീരുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നന്നായിട്ട് നടന്നു പോകുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഇവനെ പോലും ഒന്ന് നടന്നിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. കണ്ണിന് ബുദ്ധിമുട്ടുള്ള ഒരാള് മറ്റുള്ളവരെ കാണുമ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇവരെ പോലെ നന്നായിട്ടൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുള്ള അടങ്ങാത്ത ആഗ്രഹം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്.
ശാസ്ത്രങ്ങൾ പറയുന്നത് ആരോഗ്യത്തിലൂടെ ജനിക്കുക, ആരോഗ്യത്തിലൂടെ ജീവിക്കുക, ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ആരോഗ്യത്തോട് മരിക്കുക, ഒരു അസുഖവും വരാതെ ആരോഗ്യത്തോട് മരിക്കുക. അപ്പൊ ആ കൺസെപ്റ്റിൽ ഊന്നി നിന്നുകൊണ്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിറ്റഴിക്കുന്നത്. ഇവിടെ ഈ ബയോട്ടോറിയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തില് ലക്ഷക്കണക്കിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. പക്ഷെ അതിൽ ഈ ബയോട്ടോറിയത്തിന്റെ മാത്രം ഒരു സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. അപ്പൊ വെൽനസ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന അനവധി കമ്പനികളുണ്ട്. പക്ഷെ ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത വെൽനസ് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് ഈ ബയോട്ടോറിയം പ്രധാനമായിട്ടും വിറ്റഴിക്കുന്നത്. കാരണം മാഗ്നറ്റ് തെറാപ്പി നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ആ മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് ഈ ബയോട്ടോറിയം പ്രധാനമായിട്ടും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് ഈ ബയോട്ടോറിയം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത്. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറഞ്ഞാൽ സമ്പന്നാകുക എന്നുള്ളതാണ്. ഇതില് ഒരു കസ്റ്റമറായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി ഇതിന്റെ ഒരു ഉൽപ്പന്നം വാങ്ങിച്ച്, ഈ ഉൽപ്പന്നത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒറ്റ പ്രാവശ്യം മാത്രം വാങ്ങിച്ചാൽ മതി, ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കും, അടുത്ത തലമുറയ്ക്ക് ഈ ഉൽപ്പന്നം കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത. ഏതാണ്ട് 25 വർഷം തുടങ്ങി 40 വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ. നമ്മൾ കിടക്കുന്ന ബെഡിന്റെ മുകളിൽ വിരിച്ചാൽ മതി, പില്ലോ പേടിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ ഉൽപ്പന്നം നമ്മളുടെ ശരീരത്തിനെ ആരോഗ്യകരമായിട്ട് മാറ്റുന്നുണ്ട്. റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിയാൽ മതി, വാട്ടർ എനർജി പാഡ് ചുറ്റുവെച്ച വെള്ളം കുടിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അങ്ങനെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് ഗുണഫലം കിട്ടിയ മെമ്പേഴ്സ് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് കോടീശ്വരന്മാരാകാനുള്ള അവസരം കിട്ടി. ഇത് ഏതാണ്ട് 300ഓളം കോടീശ്വരന്മാരുണ്ട്. ഇപ്പൊ നേഹ മേഡം എന്ന് പറയുന്ന ഒരു മാഡം ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഏതാണ്ട് 60 വയസ്സിന് മേലെ പ്രായമുണ്ട്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കടം വാങ്ങിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങിച്ചത്. കയ്യിൽ പണമില്ലാതിരുന്നിട്ട് മറ്റുള്ളവരോട് കടം വാങ്ങിച്ച് ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ച് ഗുണഫലം കിട്ടിയപ്പോൾ അവർക്ക് കിട്ടിയ ഗുണഫലം കണ്ട് അവരുടെ ID നമ്പറിൽ അവരുടെ ബന്ധുക്കൾ പല മെമ്പേഴ്സും അവരുടെ സ്പോൺസർ ID ജോയിൻ ചെയ്ത് ആ ടീം മുന്നോട്ട് പോയപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 2 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കാനായിട്ട് 2 കണ്ണുമില്ലാത്ത അന്ധയായ നേഹ മേഡത്തിന് സാധിച്ചു. ലോകത്ത് ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് കോടീശ്വരനാകാനുള്ള അവസരമുള്ളത്? അതേപോലെയുള്ള 300ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനായിട്ട് ഈ ബയോട്ടോറിയത്തിന് സാധിച്ചു. ലക്ഷക്കണക്കിന് ലക്ഷപ്രഭുക്കളെ സൃഷ്ടിക്കാൻ സാധിച്ചു. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. അപ്പൊ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അത്യാവശ്യമായ ആരോഗ്യവും സമ്പത്തും അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ കൺസെപ്റ്റ്. അതാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെ പല മെമ്പേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം അവർക്ക് കൈപൊള്ളിയത് കൊണ്ടാണ്. അങ്ങനെ ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ല. നിലനിൽക്കുന്ന കമ്പനിയാണ്. പല മെമ്പേഴ്സിന്റെ സംശയം അതാണ്. കാരണം പല മെമ്പേഴ്സും ഇപ്പൊ എന്നെ കേൾക്കുന്ന പല മെമ്പേഴ്സും ഉണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള. ഇപ്പൊ കേരളത്തിലെ ഏതാണ്ട് 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് ഒരു 50 ലക്ഷം മെമ്പേഴ്സിനെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള മെമ്പേഴ്സാണ്. അത് കേരളത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യതാണ്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റ് അതാണ്. നമ്മൾ പണി പഠിപ്പിക്കേണ്ട, അവർ പണി അറിയാവുന്ന മെമ്പേഴ്സാണ്. അവര് പരാജയത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറുള്ള മെമ്പേഴ്സാണ്. കാരണം എപ്പോഴും ബിസിനസ് പരാജയപ്പെട്ട് പഠിക്കണം, വിജയിച്ച് പഠിച്ചാൽ പോരാ. പരാജയത്തിൽ നിന്ന് വേണം വിജയം പഠിക്കാനായിട്ട്. ഈ 50 ലക്ഷത്തോളം മെമ്പേഴ്സിലും നല്ലൊരു ശതമാനം മെമ്പേഴ്സും കമ്പനി നിന്നു പോയത് കൊണ്ട് പ്രവർത്തനം നിർത്തി പോകേണ്ട മെമ്പേഴ്സായിരുന്നു. അല്ലാണ്ട് അവരുടെ കാരണം കൊണ്ടല്ല. അവര് നല്ല രീതിയിൽ ടീം ഫോം ചെയ്തു. കമ്പനി എങ്ങനത്തെ കമ്പനിയാണെന്ന് അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. കമ്പനിയുടെ പ്രവർത്തനം നിന്നുപോയി. അങ്ങനെ ഒരു കാരണവശാലും പ്രവർത്തനം നിന്ന് പോകാത്ത സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അതിനോടൊരു ഭാഗ്യം കിട്ടി. ഈ സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. കമ്പനി ആരംഭിക്കുന്നത് 2008-ലാണ്. 18 വർഷത്തെ നിസ്തുല സേവന പാരമ്പര്യമുള്ള കമ്പനിയാണ്.
ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച കമ്പനിയല്ല. സാധാരണ തകർന്നു പോകുന്ന 99% കമ്പനികളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്ന കമ്പനികളാണ് തകർന്നു പോകുന്നത്. ഇവിടെ ഒരിക്കലും ഇതിന്റെ ആരംഭ കാലഘട്ടത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇതൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയായിരുന്നു. ഇവരുടെ നിയോഡൈമി മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ, നിയോഡൈമി മെഡിക്കൽ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ കാന്ത ചികിത്സയിൽ രാജാവാണ് നിയോഡൈമി മെഡിക്കൽ മാഗ്നറ്റ്. കാന്തങ്ങളുടെ രാജാവാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരമായിട്ട് യോജിച്ചു പോകുന്ന, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, 100% റിസൾട്ട് കിട്ടുന്ന, എത്ര വർഷം വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മാഗ്നറ്റ് ആണ് നിയോഡൈമി മെഡിക്കൽ മാഗ്നറ്റ്. ആ നിയോഡൈമി മെഡിക്കൽ മാഗ്നറ്റിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. ആദ്യത്തെ 12 വർഷക്കാലം ഏതാണ്ട് 23 രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 2020 കൊറോണ വന്ന് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ 10,000-കണക്കിന് കമ്പനികൾ, മരുന്ന് നിർമ്മിക്കുന്ന കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഈ ബയോടോറിയത്തിനും അതിന്റെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിച്ചില്ല. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, അത് കെട്ടിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ദീർഘവീക്ഷണമുള്ള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുള്ള സാഗർ ജോഷി സാറ് ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാനായിട്ട് തയ്യാറായി. അതിനോടൊരു അനുകൂല സാഹചര്യമായിരുന്നു കൊറോണ. ഷട്ടറുകളെല്ലാം അടച്ചിട്ട്, വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചിട്ട്, ആളുകൾ വീട്ടിലിരിക്കുന്ന സമയത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി. ആ സമയങ്ങളിൽ വീടുകളിൽ പോയിട്ട് ഒരു വ്യക്തിയോട് ഈ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നില്ല. സൂം ആ കാലഘട്ടത്തിലാണ് ഹിറ്റായിട്ട് മാറിയത്. സൂമിനെ ആശ്രയിച്ചുകൊണ്ട്, വീഡിയോ കോൾ ചെയ്തുകൊണ്ട്, ഫോൺ ചെയ്തുകൊണ്ട് ഉപയോഗിച്ച ഓരോ മെമ്പേഴ്സും അവരുടെ സർക്കിളിലുള്ള മെമ്പേഴ്സിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗീകരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരാളും കൊറോണ വന്ന് മരിച്ചു പോകില്ല. നമ്മൾ ജീവനെ സംരക്ഷിക്കാനായിട്ട് ഈ ഉൽപ്പന്നം സാധിക്കുന്നുണ്ട്. ഓരോരുത്തരും കമ്പനിയിലേക്ക് പൈസ അയച്ചു കൊടുത്ത്, കമ്പനി ബൈ പോസ്റ്റ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുത്ത്, അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഇന്ന് 5 വർഷം പിന്നിട്ടപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 40 ലക്ഷത്തിന് മേലെ കസ്റ്റമേഴ്സ്, സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ബയോടോറിയം. ഈ 40 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് സംതൃപ്തരായ കസ്റ്റമേഴ്സ്, ടെസ്റ്റിമോണിയേഴ്സ് യൂട്യൂബിൽ വന്നിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് അവർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടിയ ഗുണഫലങ്ങൾ. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, സമൂഹത്തിലെ പ്രമുഖരായ ഉന്നതന്മാരുണ്ട്, കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ആളുകളുണ്ട്, പാമരന്മാർ തുടങ്ങി പണ്ഡിതന്മാർ വരെയുണ്ട്, അനവധി ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് പടർന്ന് പന്തലിച്ച പ്രസ്ഥാനമാണ് ഈ ബയോടോറിയം. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഈ ബയോടോറിയം. ഈ ബയോടോറിയം ആരംഭിക്കുന്ന അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓഫീസാണ് ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. ഇന്ന് ഏതാണ്ട് ഈ പ്രസ്ഥാനത്തിന്, നേരത്തെ നമുക്കറിയാം, 1,00,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത്. എന്നിട്ട് പോലും ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള അനുമതി എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിറ്റഴിച്ചു പോവുകയാണ്. ഇപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം കമ്പനി ഏതാണ്ട് 1,50,000 സ്ക്വയർ ഫീറ്റ് വരുന്ന 6 നിലയുള്ള ഒരു പുതിയ ഓഫീസ് കൂടി ആരംഭിച്ചു. ഏതാണ്ട് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 12ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയാണ്. അതിൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. കാരണം ഈ പുതുതായിട്ട് ആരംഭിച്ച 1,50,000 സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം പോലും ഇന്ത്യയിൽ തികയുമെന്ന് തോന്നുന്നില്ല. അത്രയും ഡിമാൻഡാണ്. ഇപ്പൊ എന്റെ ടീമിൽ ഒരു തമ്പി സാറുണ്ട്. തമ്പി സാറിന് ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സമയം വരും എന്ന് പറയും. അദ്ദേഹം കഴിഞ്ഞ 1-2 കൊല്ലം മുമ്പ് എനിക്ക് പറയുന്ന കാര്യമാണ്. ഈ ഉൽപ്പന്നം വാങ്ങിക്കാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സമയം വരും. ആ സമയം ആയിക്കഴിഞ്ഞു. അപ്പൊ എത്ര ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. 1,00,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓഫീസിൽ 24 മണിക്കൂറും ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ ജനതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അത്രയും ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ 1,50,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ഓഫീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കമ്പനിയുടെ വളർച്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ രീതിയിൽ വളർന്നു പന്തലിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മളെ ഈ ബയോടോറിയം.
അതുപോലെ നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സാഗർ ജോഷിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത മാഗ്നൻ തെറാപ്പിയിലെ ഡോക്ടറേറ്റ് എടുത്തുള്ള ആളാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാഗ്നൻ തെറാപ്പിയുടെ സാധ്യത മനസ്സിലാക്കി ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എത്ര ഉണ്ടെന്ന് നോക്കിയേ. അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടാവും. കാരണം ഗുജറാത്തിയാണ്, മാർവാടിയാണ്. കാരണം പാരമ്പര്യമായിട്ട് സമ്പന്നരുടെ പട്ടുമെത്തയിലേക്ക് എത്താൻ എങ്ങനെ സാധിക്കുമെന്ന് ട്രെയിനിങ് കിട്ടുന്ന ഓഫീസാണ് അവര്. അവരുടെ ജനനം തുടങ്ങി പഠിക്കുന്നത് എങ്ങനെ സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയത് ലോകത്തെ ഏറ്റവും കൂടുതൽ സാധ്യത വരാൻ പോകുന്ന സാധ്യത മാഗ്നൻ തെറാപ്പിക്കാണ്. അതിന് ഏറ്റവും നല്ല മാഗ്നറ്റ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആണ്. അപ്പൊ അതിന്റെ ബിസിനസ്സിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് 16 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം മാഗ്നൻ തെറാപ്പിയിലെ ഡോക്ടറേറ്റ് എടുത്തത്, ഈ ഒരു ബിസിനസ് ആരംഭിച്ചത്. അപ്പൊ അത്രയേറെ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളെ കമ്പനിയുടെ MD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാഗ്നൻ തെറാപ്പിയുടെ ഡോക്ടറേറ്റ്. അതുകൊണ്ടാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന മെമ്പേഴ്സിന് മാത്രം ഈ റിസൾട്ട് കിട്ടുന്നത്. ഇത്രയേറെ ടെസ്റ്റിമോണിയൽ വരുന്നതും ഈ ഉൽപ്പന്നം ലോകത്ത് ഇന്ത്യയിലല്ല ലോകത്ത് ട്രെൻഡ് സെറ്റ് ചെയ്തതും അദ്ദേഹം മാഗ്നൻ തെറാപ്പിയുടെ ഡോക്ടറേറ്റ് എടുത്തുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. മറ്റു പ്രസ്ഥാനങ്ങളിൽ മാഗ്നൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ ഡോക്ടർ സാഗർ ജോഷി സാർ പറയുന്ന കാര്യം ഒന്ന് മാത്രമാണ്, ഞാൻ മാഗ്നൻ തെറാപ്പിയുടെ ഡോക്ടറേറ്റ് എടുത്തുള്ള ഒരാളാണ്. മറ്റു കമ്പനികൾ എന്ന് പറഞ്ഞാൽ അവർ കമ്പൗണ്ടറാണ്. ഒരു ഡോക്ടറാണ് ശരിയായ രീതിയിൽ രോഗനിർണയം നടത്തുന്നത്, ശരിയായ രീതിയിൽ മരുന്ന് കൊടുക്കുന്നത്. ഒരു കമ്പൗണ്ടറാണ് രോഗനിർണയം നടത്തുന്നത്, മരുന്ന് കൊടുക്കുന്നത്. ശരിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഉൽപ്പന്നങ്ങൾക്ക് ലോകരാജ്യങ്ങള് ഈ ഉൽപ്പന്നത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നതിന്റെ കാരണം അതാണ്. 150ഓളം രാജ്യങ്ങളിൽ എഗ്രിമെന്റ് ഒപ്പുവെച്ചുകൊണ്ട് അവർ ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. കാരണം ഏതൊരു രാജ്യത്തിന്റെയും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിലെ തലവന്മാരുടെ ജോലി എന്ന് പറഞ്ഞാല് ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ്. ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഈ ഉൽപ്പന്നത്തിന് സാധിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അവർ ക്യൂ നിൽക്കുന്നതിന്റെ കാരണം. അപ്പൊ ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല നമ്മളുടെ മാനേജിംഗ് ഡയറക്ടർ സാഗർ ജോഷി സാറ് മാഗ്നൻ തെറാപ്പിയിലെ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജിയിൽ ഉൽപ്പാദിപ്പിച്ച് അത് ഉൽപ്പന്നങ്ങളിൽ പിടിപ്പിച്ച് അത് ഇത്രയേറെ റിസൾട്ട് കിട്ടുന്നതിന്റെ കാരണം ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജിയിൽ ആയതുകൊണ്ടാണ്. നമുക്കറിയാം ചെറുതാകുന്തോറും അതിന്റെ പവർ കൂടും. ലോകത്തിൽ ആദ്യമായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്ത ഒരേ ഒരു വ്യക്തി നമ്മൾ സാഗർ ജോഷി സാർ. അദ്ദേഹം നാനോ ടെക്നോളജി ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് അതിന്റെ സോഫ്റ്റ്വെയർ ആണ്. സാധാരണ കമ്പനികളെ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ മറ്റു കമ്പനികളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. നിർമ്മിക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവ് വരും. പക്ഷെ അതിന് എന്തെങ്കിലും പുതിയ കൂട്ടിച്ചേർക്കലുകൾ വേണ്ടി വന്നാല് അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നാല് അവരാവശ്യപ്പെടുന്ന എമൗണ്ട് ഭീമമായ എമൗണ്ട് ആയിരിക്കുള്ളൂ. പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും നിർത്തിപ്പോകുന്നതിന്റെ കാരണം അതിൽ എന്തെങ്കിലും ഈ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ചെറിയ കൂട്ടിച്ചേർക്കലിലോ മെയിൻ്റെനൻസോ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഭാരിച്ച എമൗണ്ട് വേണ്ടി വരും. അതുകൊണ്ടാണ് അവർ പ്രവർത്തനം നിർത്തിപ്പോകുന്നതിന്റെ പ്രധാന കാരണം. പക്ഷെ ഇവിടെ അത് വേണ്ട. സമയാസമയങ്ങളിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വേണോ അതെല്ലാം ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സാഗർ ജോഷി സാറിന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 അനുകൂല സാഹചര്യങ്ങളെയാണ് ഈ പ്രസ്ഥാനത്തിന് ലോകം മുഴുവനും വളർന്നു പന്തലിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയതിന്റെ കാരണം എന്താണ്? ഒരു ചെറിയ പ്രസ്ഥാനത്തിന് മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ച 15,000 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന ഇത്രയും വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റിയതിന്റെ കാരണം ഇതെല്ലാമാണ്. ഇവിടെ 2020 മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ വൈറ്റോറിയം. അതാണ് 100% ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ വൈറ്റോറിയം. ഈ വൈറ്റോറിയത്തിന് ഈ കുറഞ്ഞ സമയം കൊണ്ട് നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2023 മികച്ച സംരംഭകൻ IIFA അവാർഡ് കിട്ടിയിട്ടുണ്ട്. IIFA അവാർഡ് മികച്ച സംരംഭകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2023 ട്രസ്റ്റഡ് ബ്രാൻഡ് വിശ്വസനീയമായ ഉൽപ്പന്നം
അത് കൊടുത്തത് ഗുജറാത്ത് സർക്കാരിന്റെ ഗവർണറാണ് ഈ അവാർഡ് നേരിട്ട് കൊടുത്തത്. വിശ്വസനീയമായ ഉൽപ്പന്നം. നമ്മൾ ഈ ഉൽപ്പന്നം നല്ല ഉൽപ്പന്നമാണെന്ന് പബ്ലിക് പറയുന്നുണ്ട്. പക്ഷെ 2023 ഗുജറാത്ത് സർക്കാരിന്റെ ഗവർണർ നമ്മളുടെ കടുവയുടെ മുദ്ര, നമ്മളെ ഭാരതത്തിന്റെ ചിഹ്നം ആലേഖനം ചെയ്ത ഒരു അവാർഡാണ് 2023 വിശ്വസനീയമായ ട്രസ്റ്റഡ് ബ്രാൻഡ് എന്നുള്ള ആ ഒരു അവാർഡ് നമ്മളെ കമ്പനി കൊടുത്തത്. ഇതിൽ പരം നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? 2023 തന്നെ മികച്ച സർവീസ് കൊടുക്കുന്ന സ്ഥാപനം. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ഇത് രണ്ടുമല്ല നമുക്ക് വേണ്ടത്. ഉൽപ്പന്നം വിശ്വസനീയമായിരിക്കണം. നമ്മളല്ല പറയുന്നത്, സർക്കാരാണ് പറയുന്നത്. ഈ സ്ഥാപനം മികച്ച സർവീസ് കൊടുക്കുന്ന സ്ഥാപനമായിരിക്കണം. കാരണം ഫീൽഡ് സ്റ്റാഫിന് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് പേ ഔട്ട് കൊടുക്കണം, പബ്ലിക്കിന് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കണം, സർവീസ് കൊടുക്കണം. അപ്പൊ ഇത് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മളല്ല പറയുന്നത്, സർക്കാരാണ് പറയുന്നത്. 2023 മികച്ച സർവീസ് കൊടുക്കുന്ന സ്ഥാപനം എന്ന ഒരു അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. 2021 തന്നെ മികച്ച കമ്പനി, നമ്മൾ ഫീൽഡ് സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ഈ ബാറ്ററി ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലേ, ഇത് മികച്ച കമ്പനിയാണ്, നിലനിൽക്കുന്ന കമ്പനിയാണ്, വളർന്നു പന്തലിക്കുന്ന കമ്പനിയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ പ്രസ്ഥാനം നിലനിൽക്കും, ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്നല്ലേ ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. ഇത് തന്നെയല്ലേ ഭാരത സർക്കാർ ചെയ്തത്. 2023 മികച്ച കമ്പനി, ഈ ഇന്ത്യ രാജ്യത്തുള്ള കമ്പനികളിൽ ഏറ്റവും മികച്ച കമ്പനി ഈ ബയോട്ടോറിയം എന്ന അവാർഡാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രസ്ഥാനത്തിന് കൊടുത്തത്. ഇനി ഇപ്പൊ നമ്മൾ പറയുന്നത്, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മികച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്, ഇത് നിലനിൽക്കും. ഇന്ത്യയിലെ കേരളത്തിലുള്ള ഒരുപാട് ഫീൽഡ് സ്റ്റാഫ് കമ്പനി നിന്നു പോയതുകൊണ്ട് അവരുടെ പ്രവർത്തനം നിന്നുപോയി. അവർ പരാജയപ്പെട്ടതല്ല, ഒരു സാഹചര്യം വന്നപ്പോൾ അവരുടെ പ്രവർത്തനം നിർത്തേണ്ടി വന്നു. അങ്ങനെയുള്ള 50 ലക്ഷം ഫീൽഡ് സ്റ്റാഫ് ഇന്ന് കേരളത്തിലുണ്ട്, ട്രെയിനിങ് കിട്ടിയ മെമ്പേഴ്സ്. അത്ര അനുകൂല സാഹചര്യം നമുക്കുള്ളത്. പക്ഷെ ഈ ബയോട്ടോറിയം നിലനിൽക്കുന്ന കമ്പനിയാണ് എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ. 2024 മികച്ച ഡയറക്ട് സെല്ലിംഗ് അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. കേന്ദ്ര ഗവൺമെന്റ് 2024 മികച്ച ഡയറക്ട് സെല്ലിംഗ് അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. നമ്മൾ പറയുന്നുണ്ട് ഇത് ട്രെൻഡ് സെറ്റ് ചെയ്ത കമ്പനിയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം ഗുണഭോക്താക്കളുള്ള കസ്റ്റമേഴ്സുള്ള സംതൃപ്തരായ കസ്റ്റമേഴ്സുള്ള പ്രസ്ഥാനമാണ്, ട്രെൻഡ് സെറ്റ് ചെയ്ത കമ്പനിയാണ് ഈ ബയോട്ടോറിയം. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, നമ്മളങ്ങനെ പറയേണ്ട കാര്യമില്ല. ന്യൂ ട്രെൻഡ് സെറ്റർ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ന്യൂ ട്രെൻഡ് സെറ്റർ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അവാർഡ് നേടിയ പ്രസ്ഥാനം, കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. അപ്പൊ 100% വിശ്വസനീയമായ പ്രസ്ഥാനമാണ്. ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനി, 2024 ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനി, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വളർന്ന് പന്തലിക്കുന്ന പ്രസ്ഥാനത്തിന്റെ അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ, നമ്മളെപ്പോഴും പബ്ലിക്കോട് പറയുന്നില്ലേ, ബെസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ പബ്ലിക്കോട് പറയുന്നില്ലേ? പക്ഷെ നമ്മൾ പറയേണ്ട കാര്യമില്ല. 2020 ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ 2024 കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് 2025 നേടിയ അവാർഡ് ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് 2025 പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ഇന്റർനാഷണൽ ബുദ്ധ പീസ് അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ഇന്റർനാഷണൽ ബുദ്ധ പീസ് അവാർഡ് നേടിയ 2025 നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ഡയറക്ട് സെല്ലിംഗ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ഡയറക്ട് സെല്ലിംഗ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഇയർ 2024. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നല്ല അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഇയർ 2024 അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ലോകത്തെ ലക്ഷക്കണക്കിന് ഈ ബയോട്ടോറിയം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര കമ്പനികൾ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്ന കമ്പനികൾ ഉണ്ട്? ഏഷ്യയിലെ ഒരുപക്ഷെ ആദ്യത്തെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഈ പ്രസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ നമ്മൾ പ്രവർത്തിക്കുന്നത്. തീർന്നില്ല സുഹൃത്തുക്കളെ, ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഈ മീറ്റിംഗ് ഇതിനെക്കുറിച്ച് തന്നെ വേണ്ടി വരും.
നമ്മൾ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മീറ്റിംഗിന്റെ ആരംഭഘട്ടത്തിൽ പറഞ്ഞു, ഈ ബയോട്ടോറിയം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. KBCയുടെ ചെയർമാനായിട്ടുള്ള മനോജ് സാർ എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അത് പറഞ്ഞാണ് ഞാൻ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിച്ചത്. അഭിമാനപൂരിതമാകണുണ്ട് അന്തരംഗം. ഇതൊക്കെ നമ്മൾ പബ്ലിക്കിനോട് പറയുന്നുണ്ട്. ഇതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാ തെളിവും നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. കമ്പനി നമുക്ക് അതിനുവേണ്ടി ഒരു ബുക്ക് തന്നിട്ടുണ്ട്. ആ ബുക്കിൽ എല്ലാ കാര്യങ്ങളും ചിത്രങ്ങൾ സഹിതമുണ്ട്. അതിൽ നിന്നാണ് ഞാനിതെല്ലാം നോട്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുക. ഈ അവാർഡ് എല്ലാം കാണിച്ചു കൊടുക്കുക. പിന്നെ 300-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ്. ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയൽ ഉണ്ട്. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ഡോക്ടർമാരെ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. 10,000-കണക്കിന് ഡോക്ടർമാരെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. 10,000-കണക്കിന് ഡോക്ടർമാര് ഈ ഉൽപ്പന്നം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ചികിത്സാ സമ്പ്രദായത്തിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ചികിത്സാ സമ്പ്രദായമാണ് മാഗൻ തെറാപ്പി. ആ മാഗൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിതരണം ചെയ്യുന്നത്. നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ജനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാഗൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്ഭുതകരമായ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാഗൻ തെറാപ്പി എന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ മാഗൻ തെറാപ്പിയുടെ ഷോർട്ടായ ഒരു കാര്യങ്ങൾ മാത്രം പറയുന്നത്. കാരണം മാഗൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ നിയന്ത്രണം വിട്ടുപോകും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഷോർട്ടായ കാര്യം പറയുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, ഓറ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഗാഠമായ ഉറക്കം കിട്ടുന്നു. അല്ലെ? ഇതല്ലേ നമ്മൾ പറയുന്നത്. പബ്ലിക്കിനോട് എന്താ ഇതിന്റെ കാരണം, എന്താണ് ഇതിന്റെ ശാസ്ത്രം, എന്താണ് ഇതിന്റെ സയൻസ് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ സുഹൃത്തുക്കളെ, മനുഷ്യ ശരീരത്തിൽ 4 ഗ്രാം അയൺ കണ്ടന്റ് ഉണ്ട്. ഭൂമിയിൽ മാഗ്നറ്റിക് പവർ ഉണ്ട്. ഈ ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ മനുഷ്യ ശരീരത്തിലെ ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ. മനസ്സിലായ? ഭൂമിയിൽ എന്തുണ്ട്? മാഗ്നറ്റിക് പവർ ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ എന്തുണ്ട്? ബ്ലഡിന്റെ പ്ലാസ്മയിൽ 4 ഗ്രാം അയൺ കണ്ടന്റ് ഉണ്ട്. അയൺ അല്ല, അയൺ കണ്ടന്റ് ആണ്. ഈ അയൺ കണ്ടന്റ് ആണ് പുഷ്പുള്ള രീതിയിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനും കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത്. ഈ രണ്ടും പ്രകൃതിയിലുള്ളതുകൊണ്ടാണ്. പക്ഷെ ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ മനുഷ്യന് കിട്ടുന്നില്ല. ഇത്രേ ഉള്ളൂ. ഇതാണ് അതിന്റെ സയൻസ്. എന്തുകൊണ്ട് ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ മനുഷ്യന് കിട്ടുന്നില്ല? മനുഷ്യൻ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്, നഗ്നപാതരായിട്ട് മണ്ണിലും പുല്ലിലും ചെളിയിലും ചവിട്ടി നടക്കുന്നില്ല. ഈ പ്രകൃതിയിൽ, ഈ അന്തരീക്ഷത്തിൽ മാഗ്നറ്റിക് പവർ ഉണ്ട്, അതും മനുഷ്യന് കിട്ടുന്നില്ല. ഇരുമ്പിന്റെ ആധിക്യം വളരെ കൂടുതലാണ്. ഓരോ 2 അടിയിലും ഇരുമ്പുണ്ട്. അപ്പൊ ഇരുമ്പ് ഈ മാഗ്നറ്റിക് പവർ ആഗിരണം ചെയ്യുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. അപ്പൊ അന്തരീക്ഷത്തിലുള്ള മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല, മണ്ണിലുള്ള മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. മനുഷ്യന്റെ ബ്ലഡിലുള്ള പ്ലാസ്മയിലുള്ള അയൺ കണ്ടന്റ് മാഗ്നറ്റിക് പവർ കിട്ടിയാൽ മാത്രമേ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുള്ളൂ, ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ 33 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്. ഇത് നമ്മുടെ പൾസ് പോലെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ രക്തത്തിലുള്ള പ്ലാസ്മയിലുള്ള അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. അയൺ കണ്ടന്റിന് പ്ലാസ്മയിലുള്ള അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ കിട്ടുമ്പോൾ മാഗ്നറ്റിക് പവർ ആയി. അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നില്ല, പക്ഷേ റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഉള്ള 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ കിട്ടിയാൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുള്ളൂ. ഹൃദയത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുള്ളൂ. ഹൃദയത്തിന്റെ ജോലി രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിജൻ കലർന്ന രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ, അവൻ ഡോക്ടർ ആണെങ്കിലും വൈദ്യനാണെങ്കിലും ആരാണെങ്കിലും, അവന്റെ ഹൃദയം ഒരു പ്രാവശ്യം പിടിക്കുമ്പോൾ 50 മില്ലി ബ്ലഡ് മാത്രമേ പമ്പ് ചെയ്യുള്ളൂ. പക്ഷെ അവന്റെ ശരീരത്തിൽ മാഗ്നറ്റിക് പവർ ഉണ്ട് എങ്കിൽ ഒരു പ്രാവശ്യം ഹൃദയം പിടിക്കുമ്പോൾ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യും. അപ്പൊ 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് സമയം കൊണ്ട് 3.5 ലിറ്റർ ബ്ലഡ് മാത്രമേ ശരീരം ആ സകലം ഒഴുകുള്ളൂ. നമ്മുടെ ശരീരത്തിൽ മാഗ്നറ്റിക് പവർ കിട്ടിക്കഴിഞ്ഞാല് ഹൃദയം ഒരു മിനിറ്റിൽ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് സമയം കൊണ്ട് 5 ലിറ്റർ ബ്ലഡ് ശരീരം മുഴുവനും വ്യാപിക്കും. അപ്പൊ കോശങ്ങൾക്ക് ആവശ്യമായ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുമ്പോൾ കോശങ്ങൾക്ക് ആവശ്യമായ
പ്രാണവായു കിട്ടുന്നുണ്ട്, ജീവജലം കിട്ടുന്നുണ്ട്, പോഷകാഹാരം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിച്ച്. ഈ രണ്ടാമത് പറയുന്ന ഓക്സിജൻ. എങ്ങനെയാണ് ഓക്സിജൻ കിട്ടുന്നത്? സാധാരണ രീതിയിൽ ഒരു ശ്വസനത്തിൽ നമ്മൾ ഏതാണ്ട് നമുക്ക് കിട്ടുന്നത് 30 ഗ്രാം, അവിടെ മില്ലി അല്ലട്ടെ ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞത് മില്ലി എന്നാണ് പറഞ്ഞത് അല്ലെ, 50 മില്ലി 80 മില്ലി എന്നാണ് പറഞ്ഞത്. ഇവിടെ സാധാരണ രീതിയിൽ ഒരു ശ്വസനത്തില് നമ്മൾ 30 ഗ്രാം ഓക്സിജനാണ് ശ്വസിക്കുന്നത്. അത്ര ശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ പ്ലാസ്മയിലുള്ള അയൺ കണ്ടന്റ് മാഗ്നറ്റിക് പവർ കിട്ടിയാൽ ഈ 30 ഗ്രാമിന് പകരം 50 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. മനസ്സിലായ? ഒരു ശ്വസനത്തിൽ 30 ഗ്രാമിന് പകരം 50 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. നമ്മളുടെ കോശങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രാണവായു വേണം. മനസ്സിലായ? നമുക്ക് ഷുഗർ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇൻസുലിന്റെ എല്ലാ കോശങ്ങളും ആരോഗ്യമുള്ളതായിട്ട് മാറണം. ഇൻസുലിന്റെ എല്ലാ കോശങ്ങളും ആരോഗ്യമുള്ളതായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? എല്ലാ കോശങ്ങൾക്കും പ്രാണവായു കിട്ടണം. പ്രാണവായു കുറയുമ്പോഴാണ് കോശങ്ങൾ ഡാമേജ് ആകുന്നത്. കോശങ്ങൾ ഡാമേജ് ആകുമ്പോഴാണ് അസുഖം വരുന്നത്. അപ്പൊ നമ്മളെ ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള 4 ഗ്രാം അയൺ കണ്ടന്റ് മാഗ്നറ്റിക് പവർ കിട്ടിയാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 1 മിനിറ്റ് സമയം കൊണ്ട് 50 മില്ലിക്ക് പകരം 80 മില്ലി ബ്ലഡ് സർക്കുലേഷൻ നടക്കും. മനസ്സിലായ? രണ്ടാമത്തെ കാര്യം, നമ്മളെ ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള അയൺ കണ്ടന്റ് മാഗ്നറ്റിക് പവർ വന്നാല് ഒരു ശ്വസനത്തിൽ 30 ഗ്രാമിന് പകരം 50 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്തു. സിമ്പിളാണ് കാര്യം. ആ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാതെ, പ്രാണവായു കൂടുതൽ ആഗിരണം ചെയ്യാതെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമല്ല, ലോകത്തിലുള്ള 850 കോടി ജനങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഉൽപ്പന്നത്തിന്റെ സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കി. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണിത്. അത്രയേറെ സാധ്യത ഈ ബിസിനസ്സിനുണ്ട്. അപ്പൊ ഇതിന്റെ സാധ്യത ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്. മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നവരത്ന അവാർഡ് കിട്ടിയ ഒരു പ്രസ്ഥാനമാണ് നമ്മളെ ഈ ബയോട്ടോറിയം. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയത് കണ്ടില്ലേ, നവരത്ന അവാർഡ്. അതിനെക്കുറിച്ച് ആരും വിശദീകരിക്കുന്നില്ല നവരത്ന അവാർഡ് എന്താണെന്നുള്ളത്. അപ്പൊ ഭാരതരത്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാരതരത്നം, ഈ ഭാരതരത്നം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കിട്ടുന്ന അവാർഡാണ്. കാരണം ഏറ്റവും VIP കളായിട്ടുള്ള ഏറ്റവും നല്ല ജനങ്ങൾക്ക് കിട്ടുന്ന അവാർഡാണ് ഈ ഭാരതരത്നം അവാർഡ്. ഇത് കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ഈ ഭാരതരത്നം അവാർഡ് മദർ തെരേസ കിട്ടിയിട്ടുണ്ട്, നെൽസൺ മണ്ടാല കിട്ടിയിട്ടുണ്ട്. അപ്പൊ മദർ തെരേസ പോലെ, നെൽസൺ മണ്ടാല പോലുള്ള വളരെ പ്രധാനപ്പെട്ട, വളരെ മൂല്യമുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഭാരതരത്ന അവാർഡ്. ഇവിടെ നമുക്ക് നവരത്ന അവാർഡ്, അത് കമ്പനികൾക്ക് കൊടുക്കുന്ന അവാർഡാണ്. അത് ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡല്ല, അത് കമ്പനികൾക്ക് കൊടുക്കുന്ന അവാർഡാണ്. അതും ഏറ്റവും വിശേഷപ്പെട്ട കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും വിശിഷ്ടമായ കമ്പനികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അവാർഡാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും കിട്ടുന്ന ഒരു അവാർഡല്ല. ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അവാർഡാണ്. ഞാൻ ഇന്നലെ യൂട്യൂബിൽ പരിശോധിച്ചു 14 കമ്പനികൾക്ക് കൊടുത്തിട്ട് എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് പഠിക്കണമല്ല. അപ്പൊ അത്രയും വിശിഷ്ടമായ, ഇനി നമ്മളെ പ്രവർത്തനത്തിൽ വളരെയേറെ വേഗത ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവാർഡാണ്. കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ പ്രവർത്തനം കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഇളവുകൾ നമുക്കുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് ഇളവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ വളർച്ച വളരെയേറെ വേഗതയിലാക്കാനായിട്ട് ഈ അവാർഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നവരത്ന അവാർഡ് നേടിയിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, വിരലെണ്ണാവുന്ന കമ്പനികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നവരത്ന അവാർഡ് നേടിയ ഒരു പ്രസ്ഥാനമാണ് നമ്മളുടെ ഈ ബയോട്ടോ. അതിനെ സംബന്ധിച്ച് നവരത്ന അവാർഡ് നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി. നിങ്ങൾ ഓരോരുത്തരൊന്ന് പഠിക്കാൻ തയ്യാറായി. ഒന്ന് യൂട്യൂബിനോട് ചോദിച്ചാൽ എന്താണ് നവരത്ന അവാർഡ് എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഇന്നലെ അങ്ങനെയാണ് ചെയ്തത്. കാരണം അത്രയും വിശിഷ്ടമായ, അത്രയും മൂല്യമുള്ള ഒരു അവാർഡാണ് നവരത്ന അവാർഡ്. വളരെ വിരലെണ്ണാവുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ സ്വതന്ത്ര ഭാരതത്തിന് കിട്ടിയിട്ടുള്ളൂ. ആ നവരത്ന അവാർഡ് കിട്ടിയ, വളരെ മൂല്യമുള്ള, വളരെ വിലപിടിപ്പുള്ള, വളരെ വേഗത്തിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ച മെമ്പേഴ്സാണ് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും. ഇത് അറിഞ്ഞുകൊണ്ടല്ലട്ടോ നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു. നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മളെ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന 6 മാസത്തെ വരുമാനത്തിന് വേണ്ടിയിട്ടാ, 6 കൊല്ലത്തെ വരുമാനത്തിന് വേണ്ടിയിട്ടാ, 6 തലമുറയുടെ വരുമാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നേട്ടാ.
6 തലമുറയുടെ വരുമാനം. കാരണം തലമുറ 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 കൈമാറി പോവുക. ഇപ്പൊ ആംബെയൊക്കെ 1950 കാലഘട്ടത്തിൽ ആരംഭിച്ചാണ്. ആ കാലഘട്ടത്തിൽ അതിൽ പ്രവർത്തിച്ച എത്രയോ തലമുറ കഴിഞ്ഞിട്ട് 4ാമത്തെ തലമുറയിൽ നിന്ന് വരുമാനം വാങ്ങിക്കുന്നത്. 4ാമത്തെ തലമുറയിലുള്ള ആളുകളിൽ നിന്ന് വരുമാനം മേടിക്കുന്നത്. മുത്തപ്പൂപ്പന് ഈ വൈട്ടത്തിൽ എങ്ങോ ജോയിൻ ചെയ്ത കാരണത്താലാണ്. ഇപ്പൊ മനോജ് സാർ മേടിക്കുന്ന വരുമാനം ഒരു വർഷം 1 കോടിയല്ലേ. മനോജ് സാറിന്റെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ തലമുറയുള്ള മെമ്പേഴ്സ് അവർ ഒരു വർഷം വാങ്ങിക്കാൻ പോകുന്ന വരുമാനം ആയിരക്കണക്കിന് കോടിയായിരിക്കും. 1 കോടിയിൽ നിന്ന് 160 കോടിയിലേക്ക് ആക്കി. എല്ലാ കൊല്ലവും ജനുവരി 2-ാം തീയതി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. കാരണം അന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. വാരിക്കോരി നമുക്ക് തരും. അപ്പൊ നമ്മളിലേക്ക് തലമുറയിലുള്ള 2ാമത്തെ 3ാമത്തെ തലമുറയിലുള്ള മെമ്പേഴ്സ് വാങ്ങിക്കാൻ പോകുന്ന വരുമാനം ആയിരക്കണക്കിന് കോടിയായിരിക്കും. എന്റെ സുഹൃത്തുക്കളെ, അടുത്ത 2 വർഷത്തിനുള്ളിൽ 12 രാജ്യങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇറ്റലിയിലുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ജർമ്മനിയിലുണ്ട്. ഇപ്പൊ ബാബുസാറിന്റെ മോൻ ജർമ്മനിയിലുണ്ട്. അവന് ഈ വൈട്ടോരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ കമ്പനി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ആദ്യ സമയത്ത് തന്നെ ഐഡിയ ഉള്ള മെമ്പേഴ്സായിരിക്കും അവരൊക്കെ. ഏറ്റവും ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്ന മെമ്പേഴ്സായിരിക്കും അവരൊക്കെ. നിങ്ങളുടെ ഒരു ലെഗ് ഇറ്റലിയിലുണ്ടാവും, നിങ്ങളുടെ ഒരു ലെഗ് ജർമ്മനിയിലുണ്ടാവും. വീട്ടിലിരുന്ന് വാങ്ങിച്ചാൽ പോരെ. ജർമ്മൻ ഭാഷ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഇറ്റലി ഭാഷ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. വീട്ടിലിരുന്നുകൊണ്ട് വാങ്ങിച്ചാൽ പോരെ. 100 കണക്കിന് 1000 കോടി രൂപ. അതാണ് ടീമായിട്ട് അറിയാം. ഇന്നത്തെ ഒരു ഫാമിലി ഓണസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബിസിനസ്. ഒരു മാസം ഇത്തിരി ബിസിനസ് കുറഞ്ഞു പോയി, നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. അത് നമ്മളെ ഹൃദയം പിടിക്കുന്നത് പോലെയാണ് ബിസിനസിന്റെ ഗ്രാഫ്. ഏത് ബിസിനസ്സുകാരോട് ചോദിച്ചു നോക്കിയേ, ഒരു മാസം ബിസിനസ് കുത്തിരി ഉണ്ടാവും, അടുത്ത മാസം ബിസിനസ് കുറയും, പിന്നെ ബിസിനസ് കുത്തിരി വേണ്ടി കാത്തിരിക്കും. ഇന്നലെ ഞാൻ എന്റെ മരുമകളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ ബിസിനസ്? ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ പറഞ്ഞപ്പോ ബിസിനസ് മോശമാണ്, ക്രിസ്ത്യൻസിന്റെ ഒക്കെ നോയമ്പ് കൊടുക്കണേയല്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നല്ല ബിസിനസ് ഉണ്ടാവും. അത് ബിസിനസ്സുകാർ എങ്ങനെയാണ് അവർക്കറിയാം. അപ്പൊ ബിസിനസ് കൂടി കുറഞ്ഞെടുക്കും, നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തലമുറകൾക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇത് മാത്രമാണ് ഇതിന്റെ ഉൽപ്പന്നങ്ങള്. ഇപ്പൊ മോർ പവർ, നമുക്ക് മോർ പവർ പാറ്റന്റ് ഉൽപ്പന്നമാണ്, ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, ക്ലിനിക്കലി ടെസ്റ്റ് കഴിഞ്ഞതാണ്. നമ്മൾ ഉൽപ്പന്നങ്ങളുടെ മാഹാത്മ്യം നിങ്ങൾ എടുത്തു നോക്ക്. മോർ പവറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പാറ്റന്റ് ഉൽപ്പന്നമാണ്, ഇത് ഈ വൈട്ടത്തിന് മാത്രം കുത്തകയാണ്, ഇത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, ക്ലിനിക്കലി ടെസ്റ്റ് കഴിഞ്ഞതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അൾട്രാബെറി, ഗീർപശുവിന്റെ നെയ്യ്, അങ്ങനെ എന്തെല്ലാം. എന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫീൽഡ് സ്റ്റാഫ് പറഞ്ഞ് ഞാൻ മെലിഞ്ഞിരിക്കണായിരുന്നു, ഒരു ഇത്തിരി കൂടി തടി വെക്കണമെന്ന് എനിക്ക് തോന്നി. 150 ഗ്രാം നെയ്യ് മാത്രം ഏതാനും ആഴ്ചകൾ കഞ്ഞിയിലിട്ട് കഴിച്ചപ്പോൾ 4.5 കിലോ തൂക്കം കൂടി. കാരണം നമ്മളെ ഗീർപശുവിന്റെ നെയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, തടി കുറക്കാനും സഹായിക്കും, തടി കൂട്ടാനും സഹായിക്കും. അല്ലെ, മെലിഞ്ഞവരോട് നമ്മൾ പറയും ഗീർപശുവിന്റെ നെയ്യ് കഴിച്ചോ തടി കൂടി കിട്ടൂടാന്ന് പറയും. തടിച്ചവരോട് നമ്മൾ എന്ത് പറയും? ഗീർപശുവിന്റെ നെയ്യ് കഴിച്ചോ തടി കുറയുമെന്ന് പറയും. ഒരു ഉൽപ്പന്നമാണ് ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം മധുരം കൂട്ടി കഴിച്ചാൽ തടി കൂടും. ഇപ്പൊ കഞ്ഞി കാർബോഹൈഡ്രേറ്റ് ആണ്, ഷുഗറാണ്. കഞ്ഞിയിലിട്ട് കഴിച്ചാൽ തടി കൂടും, മധുരം ചേർത്ത് കഴിച്ചാൽ തടി കൂടും. നേരെ മറിച്ച് മധുരം ചേർക്കാതെ നെയ്യ് മാത്രം എടുത്ത് വെറും വയറ്റി കഴിക്കുകയാണെങ്കിൽ തടി കുറയും. ഒരു ഉൽപ്പന്നമാണ് ചെയ്യുന്നത്. നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. 150 ഗ്രാം നെയ്യ് കഴിച്ചപ്പോ 4.5 കിലോ തൂക്കം കൂടി. ഇത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണിത്. നമ്മളുടെ ടീമിലുള്ള ഫീൽഡ് സ്റ്റാഫാണ് ഇത് കഴിച്ചത്. അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇത് പബ്ലിക്കിനോട് നമുക്ക് ആത്മവിശ്വാസത്തോടെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും അനവധി ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനോജ് സാറ് പറയാനെ സംബന്ധിച്ച്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാറ്റന്റ് ഉൽപ്പന്നമാണ്, ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതാണ്, ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല, ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, 100% നിയമാനുസൃതമാണ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫഷണലുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ വേറെ ആർക്കും പറയാൻ പറ്റും. 10,000-കണക്കിന് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങള്. എന്തിന്? നമ്മളുടെ കേരളത്തിലെ ഡോക്ടർമാരുടെ ഡോക്ടറുണ്ട്, ഡോക്ടർമാരുടെ ഡോക്ടർ, നിങ്ങൾക്കറിയാമോ? അത് കേരളത്തിലെ ഡോക്ടർമാരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എബ്രാഹിം എന്നാണ്, എബ്രാഹിം സാറാണ്. അദ്ദേഹം നമ്മൾ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. ഈ വൈട്ടോറിയത്തിന്റെ നിയോഡൈമ മെഡിക്കൽ മാഗ്നൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അമ്മയ്ക്ക് 99 വയസ്സുണ്ട്, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുകയാണ്. അപ്പൊ ഡോക്ടർമാരുടെ ഡോക്ടറായിട്ടുള്ള എബ്രാഹിം സാറ് ഉപയോഗിക്കുന്നത്. എന്തിന്? നമ്മളെ വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പറയാൻ, നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് പറയാനായിട്ട് നമുക്ക് 100 നാവാണ്. അത്രയും മനോഹരമായ
ഒരു പ്രസ്ഥാനത്തിന് ജോയിൻ ചെയ്യാൻ അവസരം കിട്ടിയതിന് നമ്മൾ ഈശ്വരൻ എന്ന് പറയാം. ഇനി ഇതിന്റെ മനോഹരമായ ഇൻകം പ്ലാൻ എടുത്ത് നോക്ക്. ഞാൻ കമ്പനിയെ സംബന്ധിച്ചുള്ള പ്രൊഫൈല് പറഞ്ഞു. കമ്പനിയുടെ പ്രൊഫൈല്, കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലെ, 2 P കഴിഞ്ഞില്ലേ, ഈ 3ാമത്തെ P ആണ് ഇത് പ്ലാൻ. നമുക്ക് ആകെ കൂടി 4 P ആണ് പഠിക്കേണ്ടത്. ഈ വരുമാനം മുഴുവൻ ഉണ്ടാക്കാനായിട്ട് പഠിക്കണം. നമ്മൾ വിൽക്കുന്നത് എന്തിനാണ്? ഈ ബൈഡത്തിന്റെ ഫീൽഡ് സ്റ്റാഫായി നമ്മൾ വിൽക്കുന്നത് ഒരു ഉൽപ്പന്നമല്ല, നമ്മൾ വിൽക്കുന്നത് അറിവാണ് വിൽക്കുന്നത്. ഞാനിപ്പോ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന 207 മെമ്പേഴ്സിനോട് പറയുന്നത് എന്താണ്? ഞാൻ നടത്തിയ മീറ്റിംഗിൽ ഏറ്റവും കുറവ് മെമ്പേഴ്സ് പങ്കെടുത്ത മീറ്റിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 232 പേരുണ്ടായി, ഈ പ്രാവശ്യം 207 പേരുണ്ടായിരുന്നുള്ളൂ. 300 പേരെ സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾ നല്ല ശ്രമം നടത്തിയാണ്. സാരമില്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ. ഉണ്ടല്ലോ സമയം, ഇനി കിടപ്പുണ്ടല്ലേ, വ്യാഴാഴ്ചകൾ ഇനിയും നമുക്ക് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പൊ ഇതിന്റെ 4 P ആണ് പഠിക്കേണ്ടത്. ഒന്ന് കമ്പനിയുടെ പ്രൊഫൈൽ. കമ്പനിയുടെ പ്രൊഫൈല് ഞാനിവിടെ പറഞ്ഞ് ഈ രീതിയിലൊന്നും നിങ്ങൾ പറയണ്ട, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി കമ്പനിയുടെ പ്രൊഡക്റ്റ്, 4 പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 100ഓളം ഉൽപ്പന്നങ്ങൾ ഉണ്ട് കമ്പനിക്ക്. ഇന്ന് ആദ്യം ആരംഭിച്ച സമയത്ത് 4 ഉൽപ്പന്നങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇനി കമ്പനിയുടെ നമ്മളെ ഇൻകം പ്ലാൻ, മനോഹരമായ ഇൻകം പ്ലാൻ. ഇൻകം പ്ലാൻ എന്ന് പറഞ്ഞാല് നമുക്ക് റെഫറൽ ബോണസ് ഉണ്ട്, അതിന് ബൂസ്റ്റർ ബോണസ് എന്ന് പറയും. അതിപ്പോ ഈ കഴിഞ്ഞ ജനുവരി 2-ാം തീയതി തുടങ്ങി പുതിയതായിട്ട് ആരംഭിച്ചതാണ്. ഒരാളെ റെഫറൽ ചെയ്താൽ പോലും നമുക്ക് റെഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. 50 രൂപയുടെ ഒരു ബിസിനസ് ആണ് നമ്മൾ റെഫറൽ ചെയ്യുന്നതെങ്കിൽ ബൂസ്റ്റർ ബോണസ് ആയിട്ട് 2020 കിട്ടുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതുവരെ വെൽക്കം ബോണസ് കിട്ടാനായിട്ട് 150 PV കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ വെൽക്കം ബോണസ് കിട്ടാനായിട്ട് ഒരു ബിസിനസ് കൊടുക്കുമ്പോൾ മാത്രം അടുത്ത കട്ട് ഓഫിൽ നമുക്ക് ബൂസ്റ്റർ ബോണസ് കിട്ടുന്നുണ്ട്. 440 രൂപയുടെ സ്ഥാനത്ത് നമുക്ക് 6500 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ ബൂസ്റ്റർ ബോണസ് കിട്ടുന്നുണ്ട്, വെൽക്കം ബോണസ് കിട്ടുന്നുണ്ട്, ഫാമിലി ബോണസ് കിട്ടുന്നുണ്ട്. ഈ ഫാമിലി ബോണസ് വന്നത് കൊണ്ടാണ് പല മെമ്പേഴ്സും പ്രവർത്തിക്കാതിരുന്നത്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു MLM ലീഡർ, പണ്ട് എന്നോട് കൂടെ പിയർലെസ് ഉണ്ടായിരുന്നതാണ്, മറ്റൊരു MLM ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി ഒരു കസേര ഇരുന്നപ്പോൾ അദ്ദേഹം ചായയും കടിയായിട്ട് എന്റെ മുമ്പിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ചായയും കടിയായിട്ട് അദ്ദേഹം എന്റെ മുമ്പിൽ വന്നിരുന്നു. അങ്ങനെ ഈ ബൈഡർത്തിയെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ മനോജ് സാറിന്റെ കാര്യം പറഞ്ഞു. മനോജ് സാറിന് ഇത്രയൊക്കെ വരുമാനം കിട്ടുന്നുണ്ടല്ലേ? പുള്ളി മനോജ് സാറിന്റെ എന്റെ കൂടെ ഏതൊക്കെ പ്രസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്താണ്. അപ്പൊ അദ്ദേഹം നല്ലൊരു മോട്ടിവേറ്റഡ് ട്രെയിനറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്നോട് ഇത് ആദ്യം പറഞ്ഞതാണ്, ഏറ്റവും ആദ്യം പറഞ്ഞത് എന്നോടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ പ്ലാൻ പഠിച്ചപ്പോൾ ഇതിൽ ഫാമിലി ബോണസ് ഉണ്ട്. ഫാമിലി ബോണസ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റൂല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയും, ഫാമിലി ബോണസ് ഉള്ളതുകൊണ്ടാണ് ഈ കമ്പനി നിലനിൽക്കുന്നത്. ഇപ്പതേ ബൂസ്റ്റർ ബോണസ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ബിസിനസ് വെച്ചാൽ തന്നെ അടുത്ത കട്ട് ഓഫിൽ വരുമാനം കൊടുക്കുക. തല കറങ്ങിയാണ് ചെയ്യാൻ പോയത്, തല കറങ്ങി. അപ്പൊ പല മെമ്പേഴ്സിന്റെ അവസ്ഥ അതാണ്. അപ്പൊ ഫാമിലി ബോണസ് കമ്പനി അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അവയർനെസ് ബോണസ് കൊടുക്കുന്നുണ്ട്. എല്ലാ കമ്പനികൾക്കും ആ ഒരു ബോണസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് വരുമാനം കിട്ടുന്ന 100 PV മാച്ച് ചെയ്താൽ 850 രൂപ കിട്ടുന്നുണ്ട്. 1000 PV മാച്ച് ചെയ്താൽ 2800 രൂപ കിട്ടുന്ന അവയർനെസ് ബോണസ് ഉണ്ട്. ഫീൽഡ് വർക്ക് ബോണസ്, പുതുതായിട്ട് ഫീൽഡ് വർക്ക് ബോണസ് കൊണ്ടുവന്നിട്ടുണ്ട്. റോയൽറ്റി ഇൻകം ഉണ്ട്. റോയൽറ്റി ഇൻകം എല്ലാ കമ്പനികൾക്കും സീനിയേഴ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇവിടെ തുടക്കക്കാർക്ക് വരെ റോയൽറ്റി കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു വ്യക്തി ഈ ബൈഡറത്തിൽ ID നമ്പർ അടിച്ച് അവന് 1 PVയുടെ റീപർച്ചേസ് ചെയ്താൽ അവര് കമ്പനി റോയൽറ്റി കൊടുക്കുന്നുണ്ട്. റീപർച്ചേസ് ഇൻകം കിട്ടുന്നുണ്ട്, റീപർച്ചേസ് ബോണസ് കിട്ടുന്നുണ്ട്, സർപ്രൈസ് ബോണസ് കിട്ടുന്നുണ്ട്, പിന്നെ ടൂർ പ്രോഗ്രാം കിട്ടുന്നുണ്ട്, തായ്ലൻഡ് ട്രിപ്പ്. എല്ലാ വ്യക്തികൾക്കും ലോകം മുഴുവൻ കറങ്ങാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചു പോയാൽ മതി. 3 ലക്ഷം രൂപ വരുമാനം എപ്പോൾ വരുന്നുവോ ആ സമയത്ത് 1500 LRP പോയിന്റ് വരും. നമുക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റും, തായ്ലൻഡിൽ പോകാൻ പറ്റും. അപ്പൊ ചില മെമ്പേഴ്സ് 1 മാസം കൊണ്ട് 3 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാറുണ്ട്. ചില വ്യക്തികൾ 3 മാസം കൊണ്ട് വാങ്ങിക്കാറുണ്ട്. ചില മെമ്പേഴ്സ് 6 മാസം കൊണ്ട് വാങ്ങിക്കാറുണ്ട്. ഏതായാലും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഫോറിൻ ട്രിപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. ആദ്യം കിട്ടുന്നത് തായ്ലൻഡ് ട്രിപ്പാണ്. ദുബായ്, സിംഗപ്പൂര് പോലുള്ള എല്ലാ രാജ്യങ്ങളും കാണാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇതൊരു ബൈനറി പ്ലാൻ ആണ്. ഇവിടെ ബൈനറി പ്ലാൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പ്ലാൻ പറഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു, 2 കമ്പനിയിൽ പ്രവർത്തിക്കുന്ന പോലെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇവിടെ 2 കമ്പനിയിൽ പ്രവർത്തിക്കുന്ന പോലെയല്ല, ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിക്കുന്ന പോലെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. 2 ഓർഗനൈസേഷൻ മുന്നോട്ടുണ്ടായാണ്. നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടത് 2 ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ഇനിയും ഒരുപാട് വരുമാനം വരാൻ പോകുന്നുണ്ട്. ഇനി ലെവൽ പ്ലാൻ വരാൻ പോകുന്നുണ്ട്. അതൊരു വലിയ വരുമാനമാണ്. അതായത് ഏറ്റവും വലിയ വരുമാനം അതായിരിക്കുള്ളൂ. എല്ലാ ദിവസങ്ങളും ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ഒരു ലെവൽ പ്ലാൻ. ഇതിനു മുമ്പ് കമ്പനി കൊണ്ടുവന്നൊരു ലെവൽ പ്ലാൻ ആണ്. അതിന്റെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ കയ്യിലുണ്ട്. അതൊന്ന് പൊടി തട്ടി എടുത്താൽ മാത്രം മതി. അത് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വരുമാനം ലക്ഷങ്ങളായിരിക്കും. കാരണം നമ്മളുടെ ഡൗൺലൈനിലുള്ള മെമ്പേഴ്സ് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം വരുമാനം കമ്പനി തരാൻ തയ്യാറാകുന്നുണ്ട്. അതൊരു വലിയ വരുമാനമുണ്ട്. ഇപ്പൊ റെഫറൽ ഇപ്പൊ ബൂസ്റ്റർ ബോണസ് എന്ന് പറഞ്ഞാൽ ഒരു 13 PVയുടെ ബിസിനസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ 525 രൂപ ഉണ്ടാവും. അത് 25 PVയുടെ ബിസിനസ് ആണ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നതെങ്കിൽ 1010 രൂപയുണ്ട്.
50 ബിയുടെ ബിസിനസ് ആണെങ്കിൽ 2020 രൂപയുണ്ട്. 100 ബിയുടെ ബിസിനസ് ആണ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നെങ്കിൽ അത് 4040 രൂപയുണ്ട്. 200 ബിവിക്ക് 8080 രൂപയുണ്ട്. 300 ബിവിക്ക് 12120 രൂപയുണ്ട്. 400 ബിവിക്ക് 16160 രൂപയുണ്ട്. 1000 ബിവിക്ക് 500 ബിവിക്ക് 20200 രൂപയുണ്ട്. 1000 ബിവിക്ക് 40400 രൂപയുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ഒരു ഡയറക്ട് റഫറലി 1000 ബിയുടെ നമ്മൾ ചെയ്യുമെങ്കിൽ ആ വ്യക്തിക്ക് ആദ്യത്തെ ബിസിനസ്സിന് കിട്ടുന്ന വരുമാനം 40400 രൂപ. ലോകത്ത് ഏത് കമ്പനി കൊടുക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ 1000 ബി എന്തൊക്കെയാന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് വരാൻ പോകുന്നുണ്ട്, ഫ്ലാറ്റുകൾ വരാൻ പോകുന്നുണ്ട്, യൂസ്ഡ് കാർ വരാൻ പോകുന്നുണ്ട്. നമ്മുടെ കമ്പനി ഒരു ചെറിയ മീനല്ല കേട്ടാ. ഇതൊക്കെയാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. ഇപ്പൊ ബോംബെയിലെ ഒരു ഫ്ലാറ്റ് കേരളത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തിന് ആവശ്യമുണ്ട്. നമുക്ക് കമ്പനി വഴി ഫ്ലാറ്റ് കണ്ടെത്താൻ പറ്റും, ലീഗലായിട്ട് അത് കൈമാറാൻ സാധിക്കും. ഇപ്പൊ ഡൽഹിയിലുള്ള ഒരു യൂസ്ഡ് കാർ കേരളത്തിലെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? യൂസ്ഡ് കാർ വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് ഡൽഹിയിലുള്ള ഒരു യൂസ്ഡ് കാർ വേണം. അതിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് 100% ലീഗലായിട്ട് ആ കാർ അയാളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിനൊക്കെ കിട്ടുന്ന PV 500 PV 1000 PV ഒക്കെ ആയിരിക്കും. ഒറ്റ കാറിന്റെ കച്ചവടം നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 40400 രൂപ വരുമാനം വരും. എത്രയോ കാറുകൾ നിങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റും. അങ്ങനെ ലീഗലായിട്ട് കാർ എടുക്കാനായിട്ട് തയ്യാറുള്ള എത്രയോ സുഹൃത്തുക്കൾ നമ്മൾ ചുറ്റുപാടുണ്ട്. വടി വെട്ടാൻ പോയിട്ടുള്ള ഞങ്ങളെ ബെന്നി സാറ് പറയുന്നത് പോലെ വടി വെട്ടാൻ പോയിട്ടുള്ള അട്ടി തുടങ്ങാൻ പോണേയുള്ളു. അപ്പൊ അങ്ങനെ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഏൺ ചെയ്യാനായിട്ട് നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 10 പേരെ ഡയറക്ടർ ഓഫിൽ ജോയിൻ ചെയ്യും. ഇവിടെ 2 ഓർഗനൈസേഷൻ നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾ ഇനി ഫീൽഡിൽ പോകുമ്പോൾ പറയേണ്ട ഒരേ ഒരു കാര്യം, 2 പേരെ ജോയിൻ ചെയ്യുന്ന ഒരാളും പറഞ്ഞു പോകരുത്. അവിടെ ഇനി കുഴപ്പം മുഴുവൻ ഉണ്ടാകുന്നത്. 2 പേരെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രയാസം മുഴുവൻ ഉണ്ടാകുന്നത്. 2 ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. 200 പേരെ ലിസ്റ്റ് ഇടണം. അതിൽ നിന്ന് 10 പേരെങ്കിലും നമ്മൾ ഡയറക്ടർ ഓഫ് ചെയ്യണം. എത്ര സിമ്പിളാണ് വർക്ക്? 200 പേരെ ലിസ്റ്റ് ഇടുക. 10,000 പേര് മൊബൈൽ കോളിലല്ലേ? 1500 പേര് അവരുടെ മൊബൈൽ എടുത്ത് കാണിച്ചു കൊടുക്കുക. അതിൽ നിന്ന് 200 പേരുടെ ലിസ്റ്റ് സോർട്ട് ചെയ്യാൻ പറ. അത് നമുക്ക് ഒരുമിച്ച് പോയി കാണാം. 10 പേരെ നിങ്ങൾ ഡയറക്ടർ റഫറലി 2 ഓർഗനൈസേഷൻ മുന്നോട്ട് പോട്ടെ. ഈ പറയുന്ന വരുമാനം എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മൾ പറയേണ്ടത്. 2 പേരെ ജോയിൻ ചെയ്യണം, 2 പേരെ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മളെ ക്യാൻവാസ് ആ രീതിയിൽ നമ്മളൊരു വരുമാനം മാറ്റണം. ഇവിടെ അതുകൊണ്ട് ഫാമിലി ബോണസ് ഉണ്ട്. 100 PV മാച്ച് ചെയ്യുമ്പോൾ 6800 രൂപ കിട്ടുന്നുണ്ട്. 50 PV മാച്ച് ചെയ്യുമ്പോൾ 3410 രൂപ കിട്ടുന്നുണ്ട്. 25 PV മാച്ച് ചെയ്യുമ്പോൾ 1705 രൂപ കിട്ടുന്നുണ്ട്. 13 PV മാച്ച് ചെയ്യുമ്പോൾ 886 രൂപ 40 പൈസ കിട്ടുന്നുണ്ട്. അവയർനെസ് ബോണസ് കിട്ടുന്നുണ്ട്. 1 PV മാച്ച് ചെയ്യുമ്പോൾ 880 പൈസ. 100 PV മാച്ച് ചെയ്യുമ്പോൾ 880 രൂപ. 1000 PV മാച്ച് ചെയ്യുമ്പോൾ 8800 രൂപ. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ദിവസം 2 സൈക്ലിങ്ങിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു ദിവസം 2 സൈക്ലിങ്ങിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഒരു വർഷം നമുക്ക് മദർ ഇൻകത്തിലൂടെ 1,06,00,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അമ്മ തരുന്ന വരുമാനം, അച്ഛൻ തരുന്ന വരുമാനം, 2 വരുമാനമുണ്ട്. അപ്പൊ അച്ഛൻ തരുന്ന വരുമാനം എത്ര നമുക്ക് നോക്കാം. ഇനിയിപ്പോ മദർ ഇൻകം തന്നെ അതൊരു അവസരമാണ്. നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. ഒരു സൈക്ലിങ്ങിൽ മാക്സിമം കിട്ടുന്നത് 14,740 രൂപ. ഇപ്പൊ മനോജ് സാറിന് 3 സൈക്ലിങ്ങിന് ആ രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 30,000 രൂപ 40,000 രൂപ ഒരു ദിവസം വരുമാനം കിട്ടുന്നത്. പണ്ട് ഒരു പാൻ കാർഡിൽ 3 ID നമ്പർ എടുക്കാമായിരുന്നു. ഇപ്പൊ ഒരു പാൻ കാർഡിൽ 1 ID നമ്പർ എടുക്കാൻ പാടുള്ളൂ. അത് കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഒരു സൈക്ലിങ്ങിൽ നമുക്ക് 14,740 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അത് 8,800 രൂപ അവയർനെസ് ബോണസ്, 5,940 രൂപ ഫാമിലി ബോണസ്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഒരു സൈക്ലിങ്ങിൽ 14,740 രൂപ വരുമാനം. ഒരു ദിവസം കിട്ടുന്ന വരുമാനം 14,740 × 2 29,480 രൂപ. ഒരു മാസം കിട്ടുന്ന വരുമാനം 29,480 × 30 8,54,400 രൂപ. ഒരു മാസം കിട്ടുന്ന വരുമാനം കേട്ടാ 8,54,400 രൂപ. ഒരു വർഷം കിട്ടുന്ന വരുമാനം 8,54,400 × 12 1,06,12,800 രൂപ. ഇതാണ് ഒരു വർഷം കിട്ടുന്ന വരുമാനം. 1,06,12,800 രൂപ. ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 10 മാസം കൊണ്ട് നമ്മളെ പ്രിയങ്കരനായ മനോജ് സാറിന് 1 കോടി രൂപയ്ക്ക് മേലെ വരുമാനം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KBCയുടെ ചെയർമാനായ മനോജ് സാർ എന്ന് കേൾക്കുമ്പോൾ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് ഞാൻ പറയുന്നതിന് കാരണം അതാണ്. കിട്ടിയ ഒരാളുണ്ട്, നമ്മുടെ മനോജ് സാറുണ്ട്. ഒരു സീനിയറിനെ ഹെൽപ്പില്ലാണ്ട്. ഇവിടെ ഇപ്പൊ പറയുന്ന സീനിയർ ഉള്ള സീനിയേഴ്സ് മുഴുവൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു സീനിയറിന് സഹായമില്ല, ഒരു ആശയം മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ ആഴ്ചകൾ കാത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ആകെ ഒരു പേ ഔട്ട് മാത്രം കൃത്യസമയത്ത് കിട്ടും. അത് മാത്രമാണ് കൃത്യസമയത്ത് കിട്ടുന്നത്. പക്ഷെ വിശ്വസിച്ച് വർക്ക് ചെയ്ത് ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ച്. ഞാൻ അതുകൊണ്ട് ഫീൽഡ് വർക്ക് ബോണസ് തരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഫീൽഡ് വർക്ക് ബോണസ് എന്ന് പറഞ്ഞാല്
10 ദിവസത്തിൽ 5 ദിവസം റെഗുലർ ആയിട്ട് ഫാമിലി ബോണസ് വാങ്ങിക്കുന്ന മെമ്പേഴ്സിനാണ് ഇത് കിട്ടുന്നത്. അപ്പൊ 100 PV രാവിലത്തെ സൈക്കിളിൽ വന്ന് വൈകിട്ടുള്ള സൈക്കിളിൽ 100 PV വന്ന് അങ്ങനെ 10 ദിവസത്തിൽ 5 ദിവസം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് 83,200 രൂപ വരുമാനം കിട്ടും. പറഞ്ഞാല് ആദ്യത്തെ 10 ദിവസം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരു ലാഖ്പതി ആകാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം നമ്മളെ ലാഖ്പതി മീറ്റിംഗിന് പുതിയ 3 ലാഖ്പതി മെമ്പേഴ്സും ഈ പുതിയ 3 ലാഖ്പതി മെമ്പേഴ്സിന് ഒരു സമ്മാനം കൊടുത്ത് ആ സമ്മാനമാണ് എന്നെ രോമാഞ്ചം കൊള്ളിച്ചത്. ഞാനിപ്പോ കാണുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചം അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചം പറ്റിയിട്ടുണ്ട്. അതെന്താണ് ഞാൻ നിങ്ങളോട് പറയണില്ല, പറയണോ? അവർക്ക് 3 പേർക്ക് കൊടുത്ത സമ്മാനം ജീവിതത്തിൽ മറക്കാനാകാത്ത അമൂല്യമായ ഒരു സമ്മാനമാണ് കൊടുത്തത്. ഞാൻ ഏതായാലും പറയാ, ഒരു ഗോൾഡൻ ഷെയ്ക്കാനെ കൊടുത്തത്. ഈ ഗോൾഡൻ ഷെയ്ക്കാനെ ആരാ കൊടുത്തതെന്ന് അറിയാമോ? ജീവിതത്തിലെ വിജയത്തിന്റെ കൊടിമുടി കീഴടക്കിയ നമ്മളെ മനോജ് സാറാണ് ഗോൾഡൻ ഷെയ്ക്കാൻ്റെ കൊടുത്തത്. ഗോൾഡൻ ഷെയ്ക്കാൻ്റെ മാത്രമല്ല അദ്ദേഹം കൊടുത്തത്, ആ 3 പേരെയും കെട്ടിപ്പിടിച്ച് പുൽകുകയും ചെയ്തു. ഹൃദയത്തോട് ചേർന്ന് മനോജ് സാറിന്റെ ഹൃദയം ആ വ്യക്തിയുടെ ഹൃദയത്തോട് ചേർന്ന് അതൊരു അസുലഭ നിമിഷമായിരുന്നു കേട്ടത്. ജീവിതത്തിൽ മറക്കാനാകാത്തൊരു നിമിഷമായിരുന്നു. അടുത്ത മാസങ്ങളിൽ എന്റെ പൊന്നു ലാഖ്പതി മെമ്പേഴ്സെ, നിങ്ങളൊരു പുതിയ ലാഖ്പതിയായിട്ട് അവിടെ വന്നിരിക്കും. അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് ഇനി ഒരു റീപർച്ചേസിംഗ് ഉണ്ട്. റീപർച്ചേസിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. 0.25 PV വരുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിച്ചാൽ മതി. എന്നിട്ട് വെറുതെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. നിങ്ങളുടെ ടൗണിലുള്ള മെമ്പേഴ്സും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ 0.25 PV മാച്ച് ചെയ്യുമ്പോൾ 157 പൈസ കിട്ടും. 2 പേര്, നിങ്ങളുടെ ടീമിലുള്ള 2 പേര് 0.25 PV മാത്രം വരുന്ന ഏതൊരു ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് 157 പൈസ കമ്പനി തരും. അത് 1 PV മാച്ച് ചെയ്യണമെങ്കിൽ 630 രൂപ കിട്ടും. 10 PV മാച്ച് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ 1 PVയുടെ 10 ജോഡി മെമ്പേഴ്സ് ഉൽപ്പന്നം വാങ്ങിച്ചാൽ മതി, നിങ്ങൾക്ക് 6,300 രൂപ കിട്ടും. 100 പേര് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള 100 മെമ്പേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6,300 രൂപ കിട്ടും. 1000 മെമ്പേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് 6,30,000 രൂപ കിട്ടും. 200 മെമ്പേഴ്സ് അങ്ങനെ ചെയ്താല് നിങ്ങൾക്ക് 12,60,000 രൂപ കിട്ടും. 3,500 മെമ്പേഴ്സ് അങ്ങനെ ചെയ്താല് നിങ്ങൾക്ക് ഒരു സൈക്ലിങ്ങില് 22,05,000 രൂപ കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കമ്പനി നിങ്ങൾക്ക് തരുന്ന വരുമാനം 44,10,000 രൂപ. ഒരു വർഷം നിങ്ങൾക്ക് കമ്പനി തരുന്ന വരുമാനം 160,96,50,000 രൂപ. റീപർച്ചേസിംഗ് കമ്പനി തരാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് 3,500 PV മാച്ച് ചെയ്യുമ്പോൾ ഒരു സൈക്ലിങ്ങിന് 22,05,000 രൂപ, ഒരു ദിവസം 44,10,000 രൂപ, ഒരു വർഷം 160,96,50,000 രൂപ. കമ്പനി ടോപ്പ് 5 ലിസ്റ്റിൽ വന്ന കമ്പനിയാണ് കേട്ടാ. 2030 12ഓളം രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന കമ്പനിയാണ് നമ്മളുടെ കമ്പനി. ഇനി ലെവൽ ബോണസ് വരാൻ പോകുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന വരുമാനം ലെവൽ ബോണസ്. അപ്പോ സുഹൃത്തുക്കളെ, ഇതിന്റെ സാധ്യതകൾ വരുന്നേയുള്ളൂ. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വർഷം അവസാനിക്കുന്ന ഈ വർഷം 2026 ഡിസംബർ 31 വരുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും നൂറുകണക്കിന് ലക്ഷപ്രഭുക്കൾ ഉണ്ടാവും. അടുത്ത 3 മാസം പിന്നിടുമ്പോൾ നമ്മളെ രാജകുമാരനായിട്ടുള്ള മനോജ് സാറ് ഇന്ന് കേരളത്തിൽ, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ പിക്ക് നോക്കാറുണ്ട്. എവിടെയൊക്കെയാണ് മീറ്റിംഗ് നടന്നത്. ഇന്നലെ കോട്ടയത്താണ്, നാളെ അദ്ദേഹം പെരുമ്പാവൂരുണ്ടാവും, അതിനടുത്ത ദിവസം കായംകുളമാണ്. കേരളം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. സുഹൃത്തുക്കളെ, അടുത്തൊരു 3 മാസം കഴിയുമ്പോൾ ലാഖ്പതി മീറ്റിംഗിൽ മാത്രമേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിലല്ല ഈ ബയോടൂറിസത്തിന് ജോയിൻ ചെയ്ത് 1 ലക്ഷം രൂപ കളക്ഷൻ കൊടുക്കണം. അത്രയും വലിയ രീതിയിലേക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ അടുത്ത 2026 ഡിസംബർ 31 വരുമ്പോൾ ഈ കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഈ ബയോടൂറിസത്തിന് 100 ലക്ഷപ്രഭുക്കൾ ഉണ്ടാവും. സുഹൃത്തുക്കളെ, 100 ലക്ഷപ്രഭുക്കളെ കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പോകുന്ന കമ്പനിയാണ് ഈ ബയോടോറിയം. കാറ്റം നമ്മുടെ പട്ടമല്ല, ഈ വഴി കിടക്കുന്ന ഒരു കടലാസ് കഷ്ണം, അത് പട്ടമായിട്ട് മാറിയാൽ ആകാശത്തിൽ പറന്നു നടക്കും. ഒരു വിലയില്ലാത്തൊരു കടലാസ് കഷ്ണം ഉണ്ടല്ല, അത് പട്ടമായിട്ട് മാറിയാല് ആകാശത്തിന്റെ അനന്ത വിഹാരത്തിൽ അത് പറന്നു നടക്കും. പട്ടം പറക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് കാറ്റിന് അനുകൂലമായിട്ടല്ല പട്ടം പറക്കുന്നത്, കാറ്റിനെതിരെ നിൽക്കുമ്പോഴാണ് പട്ടം ഉയർന്നു പോകുന്നത്. കാറ്റിനെതിരെ നിൽക്കുമ്പോഴാണ് പട്ടം ഉയർന്നു പോകുന്നത്. വഴിയിൽ കിടന്ന ഒരു കടലാസ് കഷ്ണത്തിന് പട്ടമാകാൻ പറ്റുമെങ്കിൽ കാറ്റിനെതിരെ നിൽക്കുമ്പോൾ
ആ പട്ടത്തിന് ഉയർന്നു പൊങ്ങാൻ സാധിക്കുമെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ജീവിതത്തിന്റെ ഉന്നതങ്ങളിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സുഹൃത്തുക്കളെ ഈ ഓഡിറ്റോറിയം. ഒരു തുള്ളി വെള്ളം മഴ പെയ്യുമ്പോൾ വീഴുന്ന ഒരു തുള്ളി വെള്ളം ഒരു ചേമ്പലിൽ വീണാല് അത് മുത്തുപോലെ മനോഹരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. അതൊരു ചേമ്പലിൽ വീണാലും താമരയിൽ വീണാലും അതിങ്ങനെ മനോഹരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു തുള്ളി വെള്ളം ഒരു പുൽക്കൊടിയുടെ അറ്റത്ത് വീണാല് സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ അത് തിളങ്ങിക്കൊണ്ടിരിക്കും, രത്നം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു തുള്ളി വെള്ളം ഓടയിൽ വീണാല് അത് മലിനജലമായിട്ട് മാറും. ആ ഒരു തുള്ളി വെള്ളം പുഴയിൽ വീണാല് അത് പുഴവെള്ളമായിട്ട് മാറും. ആ ഒരു തുള്ളി വെള്ളം കടലിൽ വീണാല് അത് കടൽ വെള്ളമായിട്ട് മാറും. സുഹൃത്തുക്കളെ, ഏത് പ്ലാറ്റ്ഫോമിലാണോ നിൽക്കുന്നത് അതായിട്ട് നമ്മൾ മാറും. ആ ഒരു തുള്ളി വെള്ളം ചിപ്പിക്കുള്ളിൽ വീണാല് വിലമതിക്കാനാകാത്ത മുത്തായി മാറും. ഈ സുഹൃത്തുക്കളെ, ഈ ഓഡിറ്റോറിയം ഒരു ചിപ്പിയാണ്. ആ ചിപ്പിൽ നിങ്ങളാകുന്ന വെള്ളം വീണാല് വിലമതിക്കാനാകാത്ത ഒരു മുത്തായിട്ട് മാറും സുഹൃത്തുക്കളെ. സൂര്യനും ചന്ദ്രനും കൂടി വഴക്കിട്ട് സൂര്യൻ പറഞ്ഞ് ഞാനാണ് തിളങ്ങുന്നത്, ഞാനാണ് പ്രകാശിക്കുന്നത്, ഞാനാണ് പ്രകാശം കൊടുക്കുന്നത്. ചന്ദ്രൻ പറഞ്ഞ് ശരിയാണ് അങ്ങ് പറയുന്നത്, പക്ഷെ അങ്ങില്ലാത്ത സമയത്ത് ഇരുട്ടിന്റെ കാഠിന്യം വരുമ്പോൾ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ഞാനാണ്. ചന്ദ്രനും സൂര്യനും തുല്യശക്തികളല്ല, എല്ലാവരും വരും. കഴിവുള്ളവനും വരും, കഴിവില്ലാത്തവനും വരും. അവരവരുടേതായ റോൾ ആക്ട് ചെയ്യും. അപ്പോഴാണ് ഒരു ടീമായിട്ട് മാറുന്നത്. സുഹൃത്തുക്കളെ, മുട്ട പുറമേന്ന് പൊട്ടിച്ചാൽ അത് ബോൾസായിയാണ്. അതിനെ ചൂട് കൊടുത്ത് നമ്മളുടെ മെമ്പേഴ്സിനെ പ്രോഗ്രാമിലൂടെ പങ്കെടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ആ മുട്ട ഉള്ളിൽ നിന്ന് പൊട്ടുമ്പോൾ അതൊരു ജീവനായിട്ട് മാറും, ഒരു കോഴിക്കുഞ്ഞായിട്ട് മാറും. ആ കോഴിക്കുഞ്ഞാണ് മുട്ടൻ കോഴിയായിട്ട് മാറാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ഓഡിറ്റോറിയത്തിലുള്ള അവസരം മറ്റൊരിടത്തും കിട്ടുന്നില്ല. കൊടുമുടി കീഴടക്കിയ ഒരു പോരാളിയോട് കണ്ടു നിന്നൊരുത്തൻ ചോദിച്ച്, അങ്ങ് കൊടുമുടി കീഴടക്കിയപ്പോൾ അങ്ങക്ക് എന്ത് തോന്നി? അദ്ദേഹം പറഞ്ഞ്, കൊടുമുടി കീഴടക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ എന്നെ തന്നെ കീഴടക്കി, ഞാൻ എന്നെ തന്നെ ജയിച്ച്. ഇവിടെ നമ്മളെ പ്രിയങ്കരനായ മനോജ് സാർ പറയുന്നത്, നിങ്ങൾ ജയിക്ക്, നിങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ കൊടുമുടി കീഴടക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കിക്കാണാം. മഴ പെയ്യുമ്പോ ചില ആൾക്കാർ വിചാരിക്കും ചെളിയാവുമല്ല, മഴ മുഴുവൻ ചെളിയായിട്ട് മാറുമല്ല. അത് ചില ആളുകൾ വിചാരിക്കും മഴ പെയ്യുമ്പോൾ സൂര്യൻ പ്രകാശിക്കുമ്പോൾ ആകാശത്ത് 7 നിറമുള്ള അത്ഭുതമായിട്ടുള്ള മഴവില്ലിനെ കാണാൻ സാധിക്കുമല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കാണാം. ഇതാണ് സുഹൃത്തുക്കളെ ഈ നമ്മളെ മനോഹരമായ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിലൂടെ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അടുത്ത വ്യാഴാഴ്ച 300 മെമ്പേഴ്സിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പുതിയ പോയിന്റ്സ് ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ആവേശം നൽകുന്ന പുതിയ അറിവുകളായിട്ട് ഞാൻ വരാം. അടുത്ത വ്യാഴാഴ്ച നമ്മൾ എല്ലാവരും തീരുമാനിക്കേണ്ടത് 300 മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ച് റെക്കോർഡ് ഇടണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഓഡിറ്റോറിയം. അതോടൊപ്പം തന്നെ നാളെ പെരുമ്പാവൂര് കമ്പനി BOP ആണ്. നമ്മളെ പ്രിയങ്കരനായ മനോജ് സാർ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. പ്രസിഡന്റ് വിനോദ് സാറാണ്. ആ മീറ്റിംഗിൽ 10 മണിക്ക് തന്നെ സീറ്റ് നിറയാനുള്ള തീവ്രമായ ഒരു ശ്രമം നിങ്ങൾ നടത്തണം. നമ്മൾ ഓരോരുത്തരുടെയും കൈകളിലാണ് ഭാവി ഓഡിറ്റോറിയം ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്മകൾ നേരുന്നു, പൊൻപുലരിൽ നേരുന്നു. ജയ് ഓഡിറ്റോറിയം. ഓക്കെ, താങ്ക് യു. എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രൊഡക്റ്റും എല്ലാ കഥകളിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു അറിവ് തരികയും ഇതിന്റെ സ്കോപ്പ്, കമ്പനിയുടെ സ്കോപ്പും പറഞ്ഞിരുന്ന രാമേന്ദ്ര സാറിന് KBCയുടെ പേരിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ജോഷി സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. നമ്മുടെ അഭിമാനമായ MBR സാറാണ് നമ്മളോട് ഇത്രയും നേരം. MBR സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അറിവിന്റെ നിറകുടമാണ് അദ്ദേഹം. ഡയറക്ട് സെല്ലിങ്ങിന്റെ തലതൊട്ടപ്പനാണ്, ചക്രവർത്തിയാണ് അദ്ദേഹം. നമ്മളൊക്കെ ബാലപാഠങ്ങൾ പലരും കേരളത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് ഓഡിറ്റോറിയം ടീമിലുള്ള ലീഡേഴ്സ് എല്ലാം ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MBR സാറിൽ നിന്നാണ്.
അദ്ദേഹം ബയോട്ടോറിയത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനം തരുന്നു. നമ്മളെ നയിക്കാനും നിയന്ത്രിക്കാനും വലിയ ഉയരങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ല മോട്ടിവേഷണൽ സ്പീച്ചും അതേപോലെ തന്നെ ഇതിന്റെ ശാസ്ത്രീയതയും മാഗ്നറ്റിക് തെറാപ്പിയുടെ ശാസ്ത്രീയതയും ഓരോ പ്രൊഡക്റ്റും ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ കൃത്യമായി ശാസ്ത്രീയമായി അപഗ്രഥിച്ച് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ സിമ്പിളായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതിമനോഹരമായ അവസാനം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മഴ പെയ്യുമ്പോൾ ആകാശത്തുണ്ടാകുന്ന അതിമനോഹരമായ മഴവില്ല് എപ്രകാരമാണോ നമ്മളെ സന്തോഷവാനാക്കുന്നത്, ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലുപരി അതിനേക്കാൾ മനോഹരമായിട്ട്, ആ മഴവില്ലിനേക്കാൾ മനോഹരമായിട്ട് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ MBR സാറിന് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ബിഗ് കൺഗ്രാജുലേഷൻസ് MBR സാർ. എല്ലാവിധ ആശംസകളും നന്ദിയും താങ്കൾക്ക് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് 2 വാക്കേ പറയുന്നുള്ളൂ. നാളെ പെരുമ്പാവൂർ BOP ആണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരണം. ഈ സിസ്റ്റമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. എല്ലാവരും പ്രോഗ്രാം സെന്ററുകളിൽ സജീവമാണ്. ആള് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന പ്രോഗ്രാം സെന്ററുകളാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എവിടെ പ്രോഗ്രാം ഉണ്ടാവും എല്ലാം എത്താൻ വേണ്ടിയിട്ട് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. നാളെ പെരുമ്പാവൂർ BOP ആണ്. ഒരു സത്യം വേണ്ട, ആള് നിറഞ്ഞു കവിയുന്നുള്ളത്. മറ്റന്നാൾ കൊട്ടാരക്കര BOP ആണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അതിന്റെ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. പ്രോഗ്രാം സെന്ററുകൾ പരമാവധി പുതിയ ഗസ്റ്റുകൾ എത്തിക്കുക. ഒറ്റയ്ക്ക് വരാതെ ഒരു പുതിയ ഗസ്റ്റിനെയും കൂട്ടി നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ BOP സെന്ററുകൾ വേണം. അത് കഴിഞ്ഞ് നമ്മളെ NTOPകൾ ഉണ്ടാവും, വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് RTPകളാണ്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. അതിലൂടെയാണ് ഒരു ബോണ്ടിങ്ങും ഒരു കൂടുതൽ ബിലീഫ് ലെവലും ഒരു കരിയറായിട്ട് ഇതിനെടുത്തിട്ട് ലൈഫ് ലോങ് നമ്മുടെ റീപർച്ചേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോഴും വന്നിട്ടുള്ളൂ. നിരവധി ഉൽപ്പന്നങ്ങൾ, A to Z ഉൽപ്പന്നങ്ങൾ കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗ്രോസറി ഐറ്റംസ് മുതൽ ടെക്സ്റ്റൈൽ ഐറ്റംസ്, കോസ്മെറ്റിക്സ് മുതൽ FMCG ഐറ്റംസ് മുതൽ വാനിറ്റി ബാഗ് മുതൽ ട്രോളി ബാഗ് മുതൽ എവരിത്തിങ്. ഇവിടെ MBR സാർ സൂചിപ്പിച്ചതുപോലെ അല്ലെ, യൂസ്ഡ് കാർ മുതൽ ലാൻഡ് എല്ലാം നമുക്ക് റീപർച്ചേസ് ഇതിലൂടെ പർച്ചേസ് ചെയ്യാനും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന വലിയൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഒരു വർഷം 160 കോടി രൂപയോളം നമുക്ക് വെറും റീപർച്ചേസിലൂടെ നേടാൻ വേണ്ടി പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഇന്ന് വരെ ടാക്സ് സെല്ലിംഗ് കമ്പനിക്ക് പോലും സ്വപ്നം കാണാനോ അവതരിപ്പിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു സൂപ്പർ റീപർച്ചേസ് പ്ലാൻ ആണ് നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് നേടാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാനസികമായിട്ട് വളരുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. മാനസികമായിട്ട് നമുക്ക് വളരാൻ സാധിക്കണം. മാനസികമായിട്ട് എനിക്ക് വളരാൻ സാധിച്ചത് കൊണ്ടാണ് ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു അപ്ലൈന്റെയും സഹായമില്ലാതെ ഈ അവസരം കിട്ടിയപ്പോ, ഈ അവസരത്തെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോ 1 CR അല്ലെ, അന്ന് നമുക്ക് മുദ്രാവാക്യം 1 year 1 CR എന്നായിരുന്നെങ്കിൽ ആ 1 CR അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ മുദ്രാവാക്യം 1 year അല്ലെ 160 കോടി എന്നുള്ളതാണ്. 160 കോഴ്സ് ആണ്. 160 കോടി രൂപ ഒരു വർഷം നേടാൻ പറ്റുന്ന റീപർച്ചേസ് പ്ലാനാണ്. അതും നമുക്ക് കീഴടക്കാൻ പറ്റുമെന്ന് സുഹൃത്തുക്കളെ അല്ലെ, ഏറ്റവും വലിയ തലയെടുപ്പോടുകൂടി എവറസ്റ്റോടുകൂടിയ ഈ മനുഷ്യന് കീഴടക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ 160 കോടി എന്ന് പറയുന്ന മാസ്മരിക സംഖ്യ വാങ്ങുന്ന കാലം വിദൂരമായിരിക്കില്ല. ഓരോരുത്തർക്കും അത് വാങ്ങാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ മാനസികമായും തയ്യാറാകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് RTPയിൽ എല്ലാവരും പങ്കെടുക്കണം. 2000 രൂപയാണ് എൻട്രി ഫീസ്. 75 സീറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനി ബാക്കി 75 സീറ്റേ ഉള്ളൂ. ഇന്ന് നാളെയും മറ്റന്നാളായിട്ട് വേഗം പേയ്മെന്റ് അടക്കുന്ന ആളുകൾക്കാണ് ആ സീറ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ചാൻസ് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴാ വരിക ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ടീമുമായിട്ട്, നിങ്ങൾ പങ്കെടുക്കുന്നതിലല്ല പ്രധാനം, നിങ്ങളുടെ ടീമിനെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം നിങ്ങൾ ആ പ്രോഗ്രാം സെന്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീനിയസിലും ബിസിനസ് സൈഡിൽ നിന്നുള്ള എത്ര ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ പങ്കെടുക്കുന്നതോടൊപ്പം ടീമിലുള്ള ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ റേഞ്ച്, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലേക്ക് മാറും. ഒരു സംശയം. അതോടൊപ്പം ഞാൻ എനിക്ക് ചെയ്ത വലിയൊരു ഓഫർ ഉണ്ട്. മാർച്ച് 11-ാം തീയതി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 30 days 1 lakh rupees അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ മൂന്നാർ ട്രിപ്പാണ്. അവിടെ ഒരു 2 ദിവസത്തെ പ്രോഗ്രാമാണ്. ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. അടിച്ചു പൊളിച്ച് അവിടെ നിന്ന് വരുമ്പോഴേക്കും വേറെ ലെവലിലേക്ക് മാറും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ February, March, April കൂടിയിട്ട്
ഒരു 100 പേരെയെങ്കിലും നമുക്ക് കായലിന്റെ ട്രിപ്പ് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഉദ്ദേശം. ആക്റ്റീവായിട്ട് പണിയെടുക്കുക, കുറച്ച് നാൾ പണിയെടുക്കാൻ മതി. അതാണ് ഇതിന്റെ പ്രത്യേകത. 40 വർഷം 50 വർഷം നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യം, കുറച്ച് 2 3 4 5 വർഷം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ബുദ്ധിമുട്ടാൻ തയ്യാറുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ കാലശേഷം നമ്മുടെ തലമുറകളിലേക്ക് കൈമാറാൻ പറ്റുന്ന വലിയ ആക്റ്റീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ. ഇതിന്റെ സ്പിരിറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഏറ്റെടുക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. സീമോർ പീപ്പിൾ. വേറെ യാതൊരു വഴിയുമില്ല ഇത് വിജയിക്കാൻ വേണ്ടി. കൂടുതൽ ആളുകളെ കാണാനും അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാനും ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അല്ലെ ആളുകളെ ഫേസ് ചെയ്യാനും ഒക്കെ സാധിക്കുമെങ്കിൽ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. വേറെ ആരും തീരുമാനിക്കുന്നത് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായി? എത്രേ പറയാനുള്ളൂ. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനോഭാവത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ എല്ലാവർക്കും വലിയ വലിയ അച്ചീവേഴ്സ് ആയി തീരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും കോടീശ്വര പദവിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള ഊർജവും ശക്തിയും ആവേശവും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി MBR കൊണ്ട് ഈ പ്രോഗ്രാം എത്തിക്കുന്നു. നാളെ പെരുമ്പാവൂരിൽ കാണാം. താങ്ക് യു വെരി മച്ച്.